4-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് പോലും വിശ്വാസത്തിൽ നിന്ന് ഞെട്ടി മാറി നിൽക്കുന്നവർ എന്ന് പറയും. കാരണം ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസത്തിൽ നിന്ന് പോകാൻ കാരണം ഈ പറയുന്ന ദൈവം എനിക്ക് എൻ്റെ ചക്കര വിശ്വാസം എനിക്കൊന്നും സമ്മാനിച്ചില്ല എന്നുള്ള ആ ഒരു പിണങ്ങി നിൽപ്പാണ്. അപ്പോ അതെന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട് നമ്മുടെ ബിഗ് ബുക്കിൽ. അപ്പൊ തങ്ങളുടെ ജീവിതത്തിലെ ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ തൊട്ടുള്ള കാര്യങ്ങൾ, ഇതൊന്നും സഹായിച്ചില്ല. എന്റെ ജീവിതത്തിൽ എന്നും ദുരന്തമാണ്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറയാറുണ്ട്. പ്രോഗ്രാം ആഗ്നോസ്റ്റിക് ആയിട്ടുള്ള ആളുകളാണ്. അതിൽ തന്നെ അവർ ആഗ്നോസ്റ്റിക്കുകളുടെ പല രീതിയിലുണ്ട്. ആഗ്നോസ്റ്റിക്കുകൾ അതിലൊരു രീതിയിൽപ്പെട്ട ആളുകളാണ്. മാത്രമല്ല അവര് വിശ്വാസത്തിലേക്ക് പോവുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അവരിങ്ങനെ അതൊന്ന് മാറി നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇവരെ തെറ്റിദ്ധരിക്കും നിരീശ്വരവാദികൾ, ആളുകൾക്ക് അറിയാത്തതുകൊണ്ട്. പക്ഷേ നിരീശ്വരവാദികളായ ആളുകൾ നമ്മുടെ തുടക്കം മുതൽ തന്നെ ഉണ്ട്. വലിയ സന്ദേശം കൊടുത്ത ന്യൂയോർക്കിലെ മൂന്നാമൻ അതിൽപ്പെട്ട ആളായിരുന്നു. അല്ലെങ്കിൽ രണ്ടാമത്തെ ആളും, ഈവൻ ന്യൂയോർക്കിലെ ഒന്നാമനും ശരിക്കും ആ ഗണത്തിൽപ്പെടുന്നതാണ്. പല തർക്കങ്ങളും. ഡയഗ്നോസ്റ്റിക് ആണ്, അത്യസ്റ്റ് ആണ്. എന്തായാലും അദ്ദേഹത്തിന് ദൈവവിശ്വാസം ഉണ്ടായിരുന്നില്ല. അദ്ദേഹമാണ് നമ്മുടെ തൊഴിലുടമകളോട് എന്നുള്ള അധ്യായം എഴുതിയ ഹാങ് പി അല്ലെങ്കിൽ ഹെൻറി എന്നൊക്കെ പറയുന്ന ആ പഴമക്കാരൻ. അപ്പൊ നിരവധി എത്തിസ്റ്റുകളായിട്ടുള്ള 7 അംഗങ്ങൾ പിന്നീട് വരുന്നു. ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ നിരവധി പേര് മതത്തിൽ നിന്ന് പുറത്തു കിടക്കുന്ന ആളുണ്ട്. അപ്പൊ ഇത് ആൽക്കഹോളിക്സ് അനോണിമസ് എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു വിഭജനമില്ല. കള്ളുടിയന്മാരുടെ ഇടയിൽ നമ്മൾ പറയില്ലേ, നമ്മളൊരു ഒരുമിച്ച് നിൽക്കുന്നു, മദ്യം എന്ന് പറയുന്ന കെമിക്കലിനാൽ ബുദ്ധിമുട്ടുണ്ടായി, അപ്പൊ ആർക്കും തന്നെ തടസ്സം ഉണ്ടാവരുത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് കണ്ടെത്തിയിട്ടുള്ള മാർഗമാണ് അവർ എങ്ങനെയാണ് ഏഴ് രണ്ടാമത്തെ പടി ചാടിക്കടന്നത്. രണ്ടാമത്തെ പടി എങ്ങനെ മാറ്റിയത്. അപ്പൊ ലാസ്റ്റ് വീക്കിൽ നമ്മൾ ഷെല്ലി എന്ന് പറഞ്ഞ ആളുടെയും അതേപോലെ ഡീനിന്റെ ഒക്കെ അനുഭവങ്ങൾ പറഞ്ഞു. അവരെങ്ങനെ ഏഴ പ്രോഗ്രാം ചെയ്തു എന്നുള്ള ഡീനിന്റെ കഥയാണ് നമ്മൾ അവസാനത്തെ ആഴ്ച ചർച്ച ചെയ്തത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അനത്തിസ്റ്റ് റിക്കവറി എന്ന ഹെഡിങ്ങോട് കൂടി ഒരു നിരീശ്വരവാദിയുടെ വീണ്ടെടുക്കലാണ്. റിക്കവറിയിലേക്ക് അദ്ദേഹം മദ്യത്തിൽ നിന്ന് എങ്ങനെ മാറി. നിർത്താൻ പറ്റാത്ത കുടിയാണ് എന്നെ എത്തിച്ചത്. എൻ്റെ ജീവിതം എനിക്ക് നേരെയാക്കേണ്ടതുണ്ട്. ഒരു പുതിയ ആള് കടന്നു വന്നു. എല്ലാവരും മേല് വരുമ്പോ ആദ്യമായിട്ട് കടന്നു വരുന്ന ബോധ്യം, കുടി നിർത്താൻ പറ്റുന്നില്ല. വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും നമ്മുടെ കുടി നമ്മുടെ നിയന്ത്രണത്തിലല്ല. ജീവിതം ശരിയാക്കണം. എല്ലാവർക്കും കുടിക്കാതിരിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടാവും. കുടിക്കാതിരിക്കണം, ജീവിതം ശരിയാക്കുക എന്നൊക്കെ പറഞ്ഞ ആദ്യകാലത്തൊക്കെ നമ്മൾ ഈ രണ്ടാമത്തെ പടിയൊക്കെ ഏറ്റവും പ്രസക്തമായിട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്നെ പോലെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യകാലത്ത് ഞാൻ കുടിക്കാതിരുന്നാൽ എല്ലാം ശരിയായി എന്ന് കരുതിയ ഒരാളായി. മദ്യം നിർത്തിയല്ലോ, ഇനി ഞാൻ കുടിക്കുന്നുമില്ല. പിന്നെ ഒരു പരീക്ഷണമാണ്, എന്താണ് ഇതിൽ നടക്കുന്നതെന്ന് അറിയാം എന്ന് പറഞ്ഞിട്ട് അയൽ കയറി വന്നു. അല്ലാണ്ട് അയൽ സ്ഥിരമായിട്ട് നിൽക്കണമെന്നോ അയലൂടെ പോകണമെന്നോ ഒന്നും എനിക്കില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു വിലയിരുത്തൽ ആ സമയത്ത് മദ്യപാനം കാരണം എൻ്റെ ജീവിതത്തിൽ കുഴപ്പമുണ്ടായി, എൻ്റെ ജോലി നഷ്ടമായി, ബാക്കി കാര്യങ്ങളിലൊക്കെ ഞാൻ അത്യാവശ്യം കൊള്ളാവുന്ന ഒരാളാണ്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലായിരുന്നു അത്. അദ്ദേഹത്തിന് തൻ്റെ ജീവിതം ശരിയാക്കണം, കുടി നിയന്ത്രിക്കാനായി പറ്റുന്നില്ല എന്നുണ്ട്. അവിടെ ഞാൻ ആദ്യം ശ്രദ്ധിച്ച വാക്ക് ദൈവം എന്നതായിരുന്നു. അപ്പൊ അതെനിക്ക് പ്രശ്നമാകുമെന്നറിയാമായിരുന്നു. ഇതൊരു മതപരമായ കൂട്ടായ്മയാണെന്നും ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട മതവിശ്വാസിയാകുമെന്നും ഞാൻ ധരിച്ചു. അപ്പൊ അദ്ദേഹം വിചാരിച്ചു, ഇനിയിപ്പോ അത് എല്ലാവരും ഈ എത്തിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് ഒക്കെ ഉണ്ടാവുന്ന ഒരു കാര്യം. ഇപ്പൊ പല ആളുകളും ചോദിക്കാറുണ്ട്, ഈ സെറനിറ്റി പ്രയറുള്ള ദൈവം നമ്മുടെ മീറ്റിംഗ് തുടങ്ങുമ്പോൾ ഇന്നൊരു സുഹൃത്ത് ചോദിച്ചിരുന്നു, അപ്പൊ അത് സെമിറ്റിക് മതങ്ങളിലെ ദൈവവിശ്വാസമാണോ, അല്ലെങ്കിൽ അത് മാറി അത് ചെല്ലാതിരുന്നാൽ കുഴപ്പമുണ്ടോ എന്നൊക്കെ. ശരിക്കും നമ്മളെപ്പോഴും പറയാറുണ്ട്, ആ ദൈവം നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് പറയാം. നിങ്ങൾക്ക് ഇനി ദൈവം എന്നുള്ള പദം ഉപയോഗിക്കാണ്ട് പറയണം, അത് പറയാം. ഇനി നിങ്ങൾക്ക് ഈ സെറനിറ്റി പ്രയർസ് അല്ലാതിരിക്കണം, അതും ചെയ്യാം. ഹേയില് നമ്മൾ പറയില്ലേ, എല്ലാത്തിനും അതിൻ്റെതായ രീതിയിൽ അതിൻ്റെതായ കാര്യങ്ങളിൽ സ്വാതന്ത്ര്യമുണ്ട്. പല മീറ്റിങ്ങുകളും പല രീതികളാണ് ഓരോ ഗ്രൂപ്പുകളിൽ നടക്കുന്നത്. അതിൽ തന്നെ പ്രാർത്ഥന ചെല്ലാത്ത ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ പല
രീതി മനുഷ്യന്റെ ഓരോ ഇൻഡിവിജ്വൽ വ്യക്തിക്കും അത്രയധികം സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഫെലോഷിപ്പാണ് നമ്മുടെ. പലപ്പോഴും അതൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് നമ്മളിത് നടത്തിക്കൊണ്ടുപോകുന്ന നമ്മൾ മനുഷ്യരായതുകൊണ്ടും നമുക്കിത് മനസ്സിലാകാത്തത് കൊണ്ടും പല ഗ്രൂപ്പുകളിലും പ്രശ്നം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിനും ആദ്യകാലത്ത് കടന്നു വരുമ്പോൾ ഇതൊരു മതപരമായ കൂട്ടായ്മയാണ് നമ്മൾ കരുതുമല്ലോ. നമ്മളെ ആളുകളൊക്കെ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോ ഈ അദ്ദേഹത്തിന് വേറെ വഴിയില്ല, മതവിശ്വാസിയാകും എന്നും അദ്ദേഹം വിചാരിച്ചു. ഇതിലിപ്പോ വന്നാൽ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടും, നിരന്തരമായിട്ട് ഇങ്ങനെ തലച്ചോറിലേക്ക് കയറ്റ ഞാൻ ഒരു വിശ്വാസിയായി പോകും എന്നൊക്കെ അദ്ദേഹം വിചാരിച്ചു. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു, ഞാൻ ആകെ പരവശനായിരുന്നു. എന്നാൽ മീറ്റിങ്ങുകളിൽ എന്നെ ആരും കുറ്റപ്പെടുത്തുകയോ വിധിക്കുകയോ ചെയ്തില്ല. എന്ന് തന്നെയുമല്ല, എനിക്കൊരു സുരക്ഷിത ബോധം മീറ്റിംഗ് തന്നു. എന്നെ പോലെ തന്നെ മദ്യപാനത്താൽ ദുരിതം അനുഭവിക്കുന്നവരായിരുന്നു അവരെല്ലാം. ഇപ്പൊ എല്ലാ മീറ്റിങ്ങുകളിലും പോലെ, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിലേക്ക് നമ്മൾ എങ്ങനെ ആകർഷകമായിട്ട് ഒരു വ്യക്തിയെ കൊണ്ടുവരണം എന്ന ഒരു കാര്യമുണ്ട്. പലപ്പോഴും ഈ സന്ദേശം നമ്മൾ ആളുകൾക്ക് കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ പുതുതായിട്ട് വന്ന ആളുകളെ സ്വാഗതം ചെയ്യുമ്പോൾ, പുതിയ ആളുകൾക്ക് പ്രോഗ്രാം പറഞ്ഞു കൊടുക്കുമ്പോൾ പഴമക്കാരെപ്പോഴും പറയാറുണ്ട്, നമ്മൾ നമ്മുടെ അനുഭവങ്ങളെ വളരെ ഊന്നിപ്പറഞ്ഞ് അവരെ നമ്മൾ ഇതിൽ നിന്ന് വിലക്കരുത്, അല്ലെങ്കിൽ അമിതമായി പറഞ്ഞുകൊണ്ട് കുഴപ്പാക്കരുത് എന്നൊക്കെ പറയാറുണ്ട് പല ആളുകളും പല രീതിയിൽ. അപ്പൊ അതാണ് പാത്രം അറിഞ്ഞ് വിളമ്പണം എന്നാണ് 12-ാം പടിയുടെ മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനത്തിന്റെ പ്രധാന ആശയം ഞാൻ മനസ്സിലാക്കിയത്. എല്ലാവർക്കും ഒരേ മരുന്നല്ല, അസുഖം ഒന്നാണ്, മരുന്ന് വ്യത്യസ്തം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഈ വരുന്ന ആള് അയാളെ ഒരടിക്ക് ദൈവവിശ്വാസിയാക്കാനോ അയാളെ പരിഹസിച്ചത് കൊണ്ടോ അയാളുടെ ആശയം മാറ്റിമറിക്കാനൊന്നും പറ്റില്ല. നമ്മൾ തന്നെ ആലോചിച്ചാൽ മതിയല്ലോ. നമ്മളെ എതിർത്ത് ഒരാൾ സംസാരിക്കുകയാണ്, നമുക്ക് അയാളോട് ഇഷ്ടം ഉണ്ടാവും. പലരും വിചാരിക്കുന്നത് എൻ്റെ ഷെയറിങ് എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. അത് ആദ്യകാലത്ത് ഞാൻ ഷെയർ ചെയ്താൽ അയാളുടെ ആശയം തിരുത്താം എന്നൊക്കെ ഞാൻ കരുതും. നമ്മൾ ഒട്ടോപ്പിയൻ രാജ്യത്തായിരിക്കും ഉണ്ടാവുക, ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം നമ്മൾ ആലോചിച്ചാൽ മതി, നമ്മുടെ ഷെയറിങ് കേൾക്കുമ്പോൾ അയാൾക്ക് നമ്മളോട് വെറുപ്പുണ്ടാവും. അയാൾക്ക് മനസ്സിലാവും വളരെ കൃത്യമായിട്ട് നമ്മൾ അയാളെ മാറ്റാൻ ശ്രമിക്കുകയാണ്. ആരാ മാറിയിട്ടുള്ള അങ്ങനെ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുടി മാറേണ്ടതല്ലേ? മാറൂ. ഒരു പുതുമക്കാരൻ മീറ്റിങ്ങിൽ വന്ന ഉടനെ അയാളെ പരിഹസിച്ചുകൊണ്ട് അയാളെ അയാൾ നിർത്താൻ പറ്റും? പലപ്പോഴും കുടിയനല്ല എന്ന് പറയുന്ന ആളുകൾ, അതുകൊണ്ടാ കുടിച്ചു നിൽക്കുന്ന ആളോട് നമ്മൾ സംസാരിക്കാറില്ല. കുടിയനാണ് എന്ന് അയാൾ ഉറപ്പ് പറയണം. അതേപോലെ അയാളുടെ വിശ്വാസങ്ങളെയും അയാളുടെ കാര്യങ്ങളെയും ഒന്നും നമ്മൾ ഹനിക്കുന്ന രീതിയിൽ പറയില്ല. എയുടെ തത്വങ്ങൾ ഓരോ ആളുകളും ടെമ്പററി സ്പോൺസർഷിപ്പ് ഒക്കെ നമ്മുടെ പാംപ്ലെറ്റിൽ കൃത്യമായി പറയുന്നുണ്ട്. ഓരോ ആളുകൾക്കും അറിഞ്ഞ രീതിയിൽ കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന 12-ാം പടിയിൽ നമ്മൾ പരാതികളും ജഡ്ജ്മെന്റ് നടത്തുന്ന ജഡ്ജിയായിട്ട് മാറും. അപ്പൊ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം മീറ്റിങ്ങിൽ നിന്നത്. പക്ഷേ ആരും അയാളെ കുറ്റപ്പെടുത്തിയിട്ടില്ല, അയാളെ വിധിച്ചിട്ടില്ല. നീ നേരെയായി പോവില്ല, നിനക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞില്ല. എല്ലാവരും ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അതാണ് മീറ്റിങ്ങിൽ ആകർഷകമായിട്ട്. തിരുത്തുന്ന ആളുകളെയൊന്നും ആർക്കും ഇഷ്ടമല്ല. നമ്മൾ പറയില്ലേ, പുതുമക്കാരൻ അവൻ പഠിച്ചോളും, അവനെ നമ്മൾ തിരുത്തേണ്ട കാര്യമില്ല, നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾ മാത്രമേ തിരുത്താവൂ എന്ന് പറയും. ഏറ്റവും പ്രധാനം, എനിക്ക് തിരുത്തൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. കീഴ്പ്പെടാൻ തുടങ്ങിയതും അങ്ങനെയാ. പ്രോഗ്രാം ചെയ്യണം, നമ്മളിങ്ങനെ വിചാരിക്കും ആളുകളോട് പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പറഞ്ഞാൽ, പടികളെ കുറിച്ച് പലപ്പോഴും എന്താ പടിയെന്നോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഈ പടികൾ പുലർത്തണം എന്നോ, എനിക്ക് കുഴപ്പമുണ്ടെന്നോ അംഗീകരിക്കാത്ത ഒരാളെ പടിയിലേക്ക് കൊണ്ടുവരാനൊന്നും നമുക്ക് സാധ്യമല്ല. അവര് വിചാരിക്കണം, എന്നാൽ മാത്രമേ മാറ്റം ഉണ്ടാവും. അടിസ്ഥാനപരമായിട്ട് ഓരോ വ്യക്തിയും പ്രവർത്തിക്കണം. അപ്പൊ അതുകൊണ്ടാണ് മീറ്റിങ്ങുകളിൽ എങ്ങനെ ആയിരിക്കണം എന്നത് കൂടി നമുക്ക് ഇതിൽ പഠിക്കാൻ പറ്റും. അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ആരും വിധിച്ചിട്ടില്ല, അദ്ദേഹത്തിനെ മോശമായി സംസാരിച്ചിട്ടില്ല. ഒരു സുരക്ഷിത ബോധം ഞങ്ങളുണ്ട്, താങ്കൾ എങ്ങനെയാണെങ്കിലും ആൽക്കഹോളിക്സ് അനോണിമസിൽ മദ്യപാനം നിങ്ങൾക്കൊരു പ്രശ്നമാണ്, നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളൊപ്പം സഞ്ചരിക്കാം എന്ന് പറഞ്ഞു. എല്ലാവരും മദ്യത്താൽ ദുരന്തം അനുഭവിക്കുന്ന ആളുകൾ. മീറ്റിങ്ങുകൾ ഞാൻ ശ്രദ്ധയോടെ വീക്ഷിച്ചു. അവിടെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ തുടങ്ങി. ദൈവനാമം അന്നും ഇന്നും എനിക്ക് ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ഞാനൊരു നിരീശ്വരവാദിയാണ്. 6 വർഷങ്ങൾക്ക് മുൻപ് എയിലേക്ക് കടന്നു വന്ന ഞാൻ ഇന്നും സുബോധവാനായി തുടരുന്നു. അപ്പൊ ഇദ്ദേഹം ഈ ഒരു കഥ എഴുതുന്ന സമയത്ത് അദ്ദേഹം സോബറാണ്.
അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം വെച്ചിട്ടില്ല, നമുക്ക് പേര് പറയാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു വ്യത്യസ്ത ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം ഈ കഥ എഴുതുന്നത് 6 വർഷത്തിന് ശേഷമാണ്. അയാൾ കടന്നു വന്നപ്പോഴും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം, അയാൾ ഇന്നും നിരീശ്വരവാദിയാണ്. അയാളുടെ ആശയങ്ങൾ, അയാൾ വല്ലാതെ ഭയന്നിരുന്നു അയാളുടെ ആശയങ്ങളെല്ലാം മാറ്റുമോ എന്ന്. പക്ഷെ ആശയങ്ങളൊന്നും മാറിയിട്ടില്ല. അയാൾ ഇന്നും നിരീശ്വരവാദിയാണ്. അയാൾ ഇന്നും സുബോധവാനായി തുടരുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മീറ്റിങ്ങുകൾ ഞാൻ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്നു. ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. എൻ്റെ ഭാഗ്യം തെളിയുന്നത് പോലെ എനിക്ക് തോന്നി. ഒരു കാവൽ മാലാക എന്നെ സംരക്ഷിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. അത് എൻ്റെ സ്പോൺസറിനോട് പറഞ്ഞപ്പോൾ അത് എന്നെക്കാൾ ഒരു വലിയ ശക്തി ആയിരിക്കുമോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ മീറ്റിംഗിൽ ഇരിക്കുന്ന മുറിയുടെ ശക്തിയും എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന മറ്റുള്ള അംഗങ്ങളുമാണ് ആ ശക്തി എന്ന് വിളിക്കാൻ എനിക്ക് ഇഷ്ടം എന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. അപ്പോ വലിയ മാറ്റം എന്താന്ന് വെച്ചാൽ, മീറ്റിങ്ങുകൾ നിരന്തരമായിട്ട് എന്താ പറയുക, മാറ്റം ഉണ്ടായി. മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, അതിൽ ഇഷ്ടമില്ലാത്ത വാചകങ്ങളൊക്കെ നമ്മൾ പറയും, അത് അവിടെ ഉപേക്ഷിക്കാൻ പറയും. പഴമക്കാരങ്ങനെയാ പറഞ്ഞത്. ഞാനൊക്കെ ആദ്യകാലത്ത് കടന്നു വന്നപ്പോൾ എനിക്ക് ഈ മീറ്റിങ്ങിൽ ഞാൻ വിചാരിച്ച് നേരത്തെ പറഞ്ഞ പോലെയാണ്, എൻ്റെ ജീവിതത്തിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കുടി അങ്ങ് നിർത്തിക്കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റും. ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ആദ്യകാലത്ത് ഷെയർ ചെയ്തതും അതായിരുന്നു. കുടിച്ചിട്ട് ദുബായിൽ ഞാൻ വരുത്തിയ പ്രശ്നങ്ങൾ എല്ലാ ആളുകളും എന്നെ കുറിച്ച് പറയാറുണ്ട്, കുടിച്ചിട്ടില്ലെങ്കിൽ അവനൊരു നല്ലവനാണ്. അപ്പൊ എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ, വളരെ മനോഹരമായിട്ട് ഞാൻ നിൽക്കുന്നു എന്ന് മറ്റുള്ളവരെ അറിയിക്കുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല. നിരവധി പ്രശ്നങ്ങൾ എനിക്ക് സംഭവിക്കാൻ തുടങ്ങി മീറ്റിങ്ങിൽ. മറ്റാളുകളെയൊക്കെ എന്നെ പോലെ, അല്ലെങ്കിൽ എനിക്ക് പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമല്ല, അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ചില ആളുകളൊക്കെ ഷെയർ ചെയ്യുന്ന ഇഷ്ടമാണ്, ഇവരെന്താ എങ്ങനെ സംസാരിക്കുന്നത്, ഇവരുടെ ഷെയറിംഗ് ഒക്കെ ഒന്ന് ശരിയാവണം. നേരത്തെ ഞാൻ പറഞ്ഞു, അതിന് വേണ്ടിയിട്ട് ക്രോസ് ഷെയർ ചെയ്യുക. ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് സംഘർഷം കൂടി. കാരണം കുടിക്കാത്ത സമയത്ത് ഒരു കുഴപ്പമുണ്ടെന്ന് അംഗീകരിക്കാൻ ഞാൻ തയ്യാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കുടിക്കാതിരുന്നിട്ടും കടുത്ത പ്രശ്നങ്ങൾ എനിക്ക് കടന്നു വന്നു. എനിക്കറിയില്ലായിരുന്നു അതെന്തുകൊണ്ടാണെന്ന്. അതറിയാൻ തുടങ്ങിയപ്പോൾ, ആത്മാർത്ഥമായ ശ്രമം നടത്തിയപ്പോഴാണ് പ്രോഗ്രാമിൽ വന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലും അത് തന്നെയാണ്. മീറ്റിംഗിൽ വരിക മാത്രമല്ല, അദ്ദേഹം 12 പടികളിലൂടെ പോകാൻ അദ്ദേഹത്തിൻ്റെതായ ഒരു രീതി കണ്ടെത്തി എന്നുള്ളതാണ്. അവിടെ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആ മനുഷ്യൻ, അദ്ദേഹത്തിന് ആ ദൈവം ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, പല ആൾക്കാരും ഷെയർ ചെയ്യുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് പോസിറ്റീവായിട്ടുള്ള പല മാറ്റങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അപ്പോ അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, അദ്ദേഹം ഒരു വിശ്വാസി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെ താരതമ്യപ്പെടുത്തുന്ന ഒരു കാവൽ മാലാക സംരക്ഷിക്കുന്ന പോലെ പല പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് മാറ്റം ഉണ്ടാകുന്നു എന്ന് അദ്ദേഹത്തിന്റെ സ്പോൺസറോട് പറഞ്ഞു. അപ്പൊ സ്പോൺസർ ചോദിക്കുകയാണ്, സ്പോൺസർ വിശ്വാസിയായിരിക്കും എന്നാണ് തോന്നുന്നത് ഈ വർത്താനം കേട്ടിട്ട്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എടോ അതൊരു വലിയ ശക്തിയല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ കണ്ടില്ലേ, ആ സ്പോൺസറൊക്കെ അദ്ദേഹമായിട്ട് ഇടപെടുന്ന ഒരു രീതിയൊക്കെ എനിക്ക് വളരെ ഇത് വായിക്കുമ്പോൾ ഏറ്റവും ആകർഷകമായി തോന്നിയ ഒരു ഭാഗം കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, സ്പോൺസർ അവിടെ ഡൊമൈൻ ചെയ്ത് നിന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഞാൻ. സ്പോൺസർ ഈ സ്പോൺസറേക്കാൾ വലിയവനായിട്ട് അവിടെ നടിച്ചിട്ടില്ല, അയാളെ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിച്ചിട്ടില്ല. അത് ചോദിക്കുകയാണ്, അത് വലിയ ശക്തിയാകുമോ എന്ന് ചോദിക്കും. അപ്പൊ അയാൾ പറഞ്ഞത് എന്താ, എനിക്ക് അങ്ങനെയല്ല. ഞാൻ ആ മീറ്റിങ്ങിൽ ഇരിക്കുന്ന ആ മുറിയിലെ ആളുകൾ, കാരണം ഒന്നിലധികം ആളുകളുണ്ട്. നമ്മൾ പറയും മാത്തമാറ്റിക്സിൽ 1 എന്ന് പറയുന്നത് ഞാനാണ്. നമ്മളെ മീറ്റിങ്ങിൽ 1ാമത്തെ പടിയിൽ പറയുന്നത് ഞങ്ങൾ എന്ന് പറയുന്നത് ഒരു കൂട്ടമാണ്. ഒരു കൂട്ടം ആളുകളാണ് ജീവിതം അനിയന്ത്രിതമായി പോയ മദ്യത്താൽ മുറിവേറ്റപ്പെട്ട മനുഷ്യർ. ആ മനുഷ്യരുടെ ഒരു കൂട്ടായ്മയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ ആ മുറി എന്താണെങ്കിലും ആ മുറിയിലുള്ള അംഗങ്ങൾ, ഇതാണ് എന്നെക്കാൾ വലിയ ശക്തി എന്നാണ്. അവിടെ എനിക്ക് പല ഉത്തരങ്ങളും കിട്ടുന്നു. അതാണ് വലിയ ശക്തി എന്ന് വിളിക്കാനാണ് എനിക്ക് ഇഷ്ടം എന്നാണ്. അപ്പൊ കണ്ടില്ലേ, എന്താണ് ആ മീറ്റിംഗ് റൂം, ആ മീറ്റിംഗ് നടക്കുന്ന ഇടം, വേറൊന്നും അദ്ദേഹം വലിയ ശക്തിയായിട്ട് കാണുന്നില്ല. എന്തായാലും ശരി, എനിക്ക് തന്നെ സുബോധവാനാകുവാൻ സാധിക്കുകയില്ല എന്ന് എനിക്കറിയാം. എൻ്റെ ജീവിതം വളരെ പുരോഗമിച്ചിരിക്കുന്നു. 12 പടികളും ഞാൻ പരിശീലിക്കുന്നു, സേവനങ്ങൾ ചെയ്യുന്നു, പുതിയ അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു, എൻ്റെ അനുഭവങ്ങളും ശക്തിയും ഞാൻ പങ്കുവെക്കുന്നു.
എൻ്റെ അനുഭവത്തിൽ ഞാൻ ദൈവത്തെ കണ്ടെത്തണമെന്നില്ല, എനിക്ക് എയിൽ പോയി സഞ്ചരിക്കാൻ. അപ്പൊ അദ്ദേഹത്തിന് ഒരു കാര്യം ഉറപ്പാണ്. ഒന്നാമത്തെ പടിയിൽ നമ്മൾ പറയുന്ന പോലെ എനിക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ല. അത് മദ്യാസക്തർക്ക് പലപ്പോഴും, ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ കുഴപ്പം കൂട്ടായ്മയിലെത്തുമ്പോൾ മദ്യപാനമല്ലാത്ത കാര്യങ്ങളൊന്നും എനിക്ക് കുഴപ്പമില്ല എന്ന് കരുതാനുള്ള കാരണം എൻ്റെ അഹങ്കാരം കുറഞ്ഞിട്ടില്ല എന്നാണ്. അതുകൊണ്ടാണ് ആളുകൾ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കണ, അവരെ ഫുള്ളായിട്ട് കേട്ടിരിക്കാൻ പറ്റാതെ വരുന്നത്, ഒരു തുറന്ന മനസ്സോട് കൂടിയിട്ട് അവരുടെ ആശയങ്ങൾ മനസ്സിലാക്കാനൊന്നും പറ്റില്ല. നമ്മൾ പറയും, ഈ ആദ്യം തന്നെ ഒരു മുൻധാരണ ഉണ്ടാകുമ്പോൾ നമ്മൾ എല്ലാ അറിവുകൾക്കും എതിരെ ഒരു തത്വം ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഞാൻ ആ കഥക് ഇങ്ങ് കൊട്ടി അടക്കുകയാണ്. ഇതിങ്ങനെയാണ്. നമ്മൾ ഓരോ മനുഷ്യരെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, മുൻധാരണകൾ നമ്മൾ വെച്ചാൽ നമുക്കൊന്നും എടുക്കാൻ പറ്റില്ല അത്രേ. ഈ മനുഷ്യൻ മുന്നേ എന്നെ ചതിച്ചതാണ്, ഇയാൾ ഈ രീതിയിലാണ് എന്ന് ഞാൻ കരുതിയാൽ പിന്നെ അയാളിൽ നിന്ന് ഉണ്ടാകുന്ന എല്ലാം എനിക്ക് കുഴപ്പമാവും. അപ്പോൾ ഈ അംഗത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അഹങ്കാരം മാറ്റിവെക്കണം, കീഴ്പ്പെടണം എന്ന് മനസ്സിലായി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ എത്തിസ്റ്റ് അംഗങ്ങളുടെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏറ്റവും വലിയ കുഴപ്പം, അവരെ സംബന്ധിച്ചിടത്തോളം കീഴ്പ്പെടാൻ എളുപ്പമല്ല. പക്ഷെ കീഴ്പ്പെടാൻ തയ്യാറായ ആളുകൾക്ക് ഈ ഇത്രയും കഥകളിലൊക്കെ അതാ കണ്ടിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവത്തെ ഒന്നും അംഗീകരിക്കണ്ട, പക്ഷെ കീഴ്പ്പെടണം പ്രോഗ്രാമിൽ. കാരണം തലച്ചോറ് ഇത്രയും കാലം ഒരു കെമിക്കല് എനിക്ക് കുഴപ്പമുണ്ടാക്കി, എൻ്റെ ജീവിതത്തിൽ കുഴപ്പമുണ്ടായി എന്ന് ഞാൻ അറിയുന്നു. അത് രോഗമാണ്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് രോഗമാണെന്നും അറിയാം. കുടിച്ചിട്ട് എനിക്ക് യാതൊരുവിധ ഗുണവും ഉണ്ടായിട്ടില്ല. അവസാന കാലങ്ങളിലൊക്കെ ഓരോ കുടിയും എനിക്ക് കടുത്ത പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സുഖം ഉണ്ടായിട്ടില്ല. എല്ലാവരും പറയും സുഖിക്കാനാണ് കുടിച്ചതെന്ന്. ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നു. സുഖം സ്വപ്നം കണ്ടിട്ടായിരിക്കും കുടിച്ചത്, സുഖം സ്വപ്നം കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ആ കിക്ക് കിട്ടുന്നില്ല. കിക്ക് എന്ന് പറയുന്ന സാധനം, കിക്കിനാണല്ലോ എല്ലാവരും പറയും കിക്ക് കിട്ടണം, കിക്കില്ല, പക്ഷെ കുടിച്ചു. അവിടെയാണ് എയുടെ പ്രോഗ്രാമിന്റെ പ്രസക്തി മനസ്സിലാക്കുന്നത്. ഏതൊരു മനുഷ്യനാണെങ്കിലും അവൻ കീഴ്പ്പെടാൻ തയ്യാറാകുമെന്ന് പറയുന്നത് തലച്ചോറിനെ സ്ഥിരം ചെയ്തിട്ടുള്ള ഒരു രീതി തലച്ചോറിനുണ്ട്. നമുക്കറിയാം, തീ നമ്മൾ കൈ വെച്ചാൽ തൊടുമ്പോൾ ആ തീ പൊള്ളുമെന്ന് നമുക്കറിയാം. അത് ഫീഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സംഭവങ്ങളും അങ്ങനെയാണ്. ആക്സിഡന്റ് ആയിട്ടുള്ള ആളുകൾ പറയാറുണ്ട് ചില സന്ദർഭങ്ങളിൽ അവിടെ എത്തുമ്പോൾ ഒരു കുഴപ്പമുണ്ടോ. അതേപോലെ എനിക്ക് എൻ്റെ വണ്ടി ഓഫായി വലിയ മാനസികമായ പ്രയാസം ഉണ്ടാക്കിയൊരു സംഭവമുണ്ട്. വലിയ രീതിയിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു സമയമാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ഒരു നമ്മളറിയാത്തൊരു ഭയം നമ്മുടെ തലച്ചോറ് അങ്ങനെ വരും. അവിടെ നിന്ന് വണ്ടി ഓഫ് ആകുമോ എന്നുള്ള തോന്നൽ കടന്നു വരും നമുക്ക്. അതേപോലെ നമ്മൾ നമ്മുടെ പ്രവർത്തികൾ, കുടിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തികളിൽ അത്ര പെട്ടെന്നൊന്നും നമുക്ക് മാറ്റം വരുത്താനായിട്ട് സാധ്യമല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ട? ഞാനൊരു കീഴ്പ്പെടലിന് വിധേയമാകണം എന്നാണ്. അപ്പോഴേ എനിക്ക് ഈ പ്രോഗ്രാം പ്രവർത്തിക്കുന്നതായിട്ട് മനസ്സിലായിട്ടുള്ളൂ. അതുവരെയൊക്കെ കുടിക്കാതിരുന്നിട്ടുണ്ട്, പ്രോഗ്രാം പ്രവർത്തിച്ചില്ല. അപ്പൊ ഈ അംഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് പറ്റില്ല എന്ന് പരിപൂർണമായിട്ട് അദ്ദേഹം അറിഞ്ഞു. ജീവിതം അനിയന്ത്രിതമാണ് എന്നുള്ള ആ സമ്മതം ഇന്ന് അദ്ദേഹം നോക്കുമ്പോൾ 6 വർഷത്തിന് ശേഷം വളരെയധികം പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. ആ പുരോഗമനം ഉണ്ടാവാൻ കാരണം പരാജയം സമ്മതിക്കാൻ തയ്യാറായപ്പോൾ മാത്രമാണ്. ഇപ്പോൾ എല്ലാം എനിക്കറിയാം എന്ന് ഞാൻ കരുതുമ്പോൾ എനിക്ക് പലതും പഠിക്കാൻ പറ്റില്ല. ഒരാളിൽ നിന്നും എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല. പലപ്പോഴും ഞാൻ ഈ ആദ്യകാലത്ത് അയാളുടെ പ്രോഗ്രാമിൽ വരുന്നതിന് മുന്നേ എതിരഭിപ്രായമുള്ള ആളുകളുടെയൊക്കെ വീഡിയോ കാണുമ്പോൾ എനിക്കൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് മുൻധാരണ ഉണ്ടാവും, ആ വ്യക്തികൾ ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ അയാളുടെ തെറ്റുകൾ കണ്ടുപിടിക്കാനാണ് ശ്രമിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ എന്ന് നോക്കുന്നതിന് പകരം ഞാൻ ഒരു കാര്യവും നല്ലത് എടുക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു. നല്ലത് എടുക്കണം എന്നുണ്ടെങ്കിൽ പരിപൂർണമായിട്ട് പരാജയം സമ്മതിക്കാൻ എനിക്ക് അറിയില്ല എന്നെങ്കിലും കരുതാൻ പറ്റണം. അത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാമിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒന്നാണ്. എവിടെ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്കെല്ലാം അറിയാം, ഞാൻ പഠിച്ചു എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് പഠിക്കാൻ പറ്റാത്ത പോലെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല
എനിക്ക് കുഴപ്പമുണ്ട് എന്ന് സമ്മതിക്കാൻ തയ്യാറായ ശക്തി ഉണ്ടാക്കാന്ന പ്രോഗ്രാം പറഞ്ഞത്. ഈ മനുഷ്യനും അത് തന്നെയാണ് ചെയ്തത്. 12 പടികൾ അദ്ദേഹം പരിശീലിക്കാനാണ്, ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാനായിട്ട് 12 പടികൾ എടുത്തു. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സേവന പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടു. പുതുതായി കടന്നു വരുന്ന ആളുകളെ എയുടെ ജീവിത രീതിയിലേക്ക് വരാനുള്ള പ്രോത്സാഹനം ചെയ്തു. മീറ്റിങ്ങുകളിൽ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷകളും പങ്കുവെച്ചു. അപ്പൊ അദ്ദേഹം പറയുന്നത് മറ്റ് ആളുകളുടെ പോലെ, ബില്ലിന്റെ പോലെയൊന്നും അനുഭവത്തിൽ ദൈവത്തെ കണ്ടെത്തണമെന്നില്ല. കണ്ടെത്തുന്ന ആൾക്കാരോട് എതിർപ്പില്ല. അതാണ് പ്രോഗ്രാമിന്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. കണ്ടെത്തുന്ന ആൾക്കാർക്ക് അത് കണ്ടെത്താം, യാതൊരു തർക്കവുമില്ല. എനിക്കത് വേണ്ട, എനിക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഞാൻ എടുക്കുന്നില്ല, വേണ്ട ആളുകൾക്ക് അത് എടുക്കാം. എനിക്ക് എയിലൂടെ വളരെ കൃത്യമായിട്ട് സഞ്ചരിക്കാനായിട്ട് സാധ്യമാണ് എന്ന് കാണുകയാണ്. ലളിതമായ പരിപാടി എന്നിൽ നന്നായി പ്രവർത്തിക്കുന്നു. എൻ്റെ മീറ്റിങ്ങിലുള്ള വൈവിധ്യം ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളെല്ലാം വ്യത്യസ്ത വ്യക്തികളാണ്, എങ്കിലും ഐക്യമുള്ളവരാണ്. 3-ാം പാരമ്പര്യത്തിൽ പറയുന്നത് പോലെ എയിൽ ചേരാനുള്ള ഒരേ ഒരു യോഗ്യത മദ്യപാനം നിർത്തണമെന്ന ആഗ്രഹം മാത്രമാണ്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പരിപാടി നമ്മൾ ലളിതമായി കണ്ടാൽ വളരെ ലളിതമാണ്. അത് ചെയ്യുമ്പോൾ മാത്രമാണ് ചെറിയ പണി എടുക്കേണ്ടി വരിക. പിന്നീട് വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റും. ചില മാറ്റം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തലച്ചോറിൽ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ മാറ്റത്തെ നിരന്തരമായി കൊണ്ടുവരാനുള്ള ശ്രമമാണ് പരിശീലനത്തിലൂടെ നടത്തുന്നത്. അത് ശീലമില്ലല്ലോ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ലളിതമാണ്. ഒരാളോട് ക്ഷമിക്കാൻ ലളിതമാണ്. അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ലളിതം എന്ന് പറയുന്നത് നമ്മൾ പറയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പണ്ട് പറ്റില്ല. ഒരാളോട് ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല, മാപ്പ് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത ആളെ പിന്നീട് കേൾക്കാൻ പറ്റില്ല. പലപ്പോഴും ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. നമുക്ക് ഒരാളെ ഇഷ്ടമില്ല, അല്ലെങ്കിൽ അയാൾ നമ്മളെ കുറിച്ച് പറഞ്ഞു എന്ന് പറയുന്ന ആളെ ഞാൻ തുറന്ന മനസ്സോടുകൂടി അടുത്ത മീറ്റിങ്ങിൽ കയറുമ്പോൾ അയാളുടെ ഷെയറിങ് എനിക്ക് വല്ലാതെ എടുക്കാൻ പറ്റും. അയാൾക്കൊക്കെ അപ്പത്തെ ദേഷ്യം, ഈ കള്ളുടിയന്മാരൊക്കെ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും കൊണ്ട് ഈ തല്ലുകൂടുന്നതിനൊന്നും വലിയ അർത്ഥമില്ല എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ദേഷ്യം വന്നാൽ വിളിച്ചു പറയും, അത് മറക്കും അവൻ. കുടിക്കാതിരിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പത്തെ ഒരു ദേഷ്യം നമ്മൾ നോക്കിയാൽ നമ്മുടെ പല തല്ലുകൾ നമ്മൾ ഈഗോ മാറ്റിയിട്ടൊന്ന് ചിന്തിച്ചാണ്ടല്ലോ ശരിക്കും രസമാണ് ഈ പ്രോഗ്രാം. ആരുമായിട്ട് നമുക്ക് ശത്രുത ഉണ്ടാവില്ല. നമ്മൾ ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ പാരമ്പര്യത്തിലൊക്കെ വാശി പിടിക്കുമെങ്കിലും ആ പാരമ്പര്യത്തിലെ വാശി പോലും എങ്ങനെയാന്ന് വെച്ചാൽ ലവ് ആൻഡ് ടോളറൻസ് എന്ന് പറയാം. എല്ലാം പാരമ്പര്യ ലംഘനങ്ങളെ നമ്മൾ എതിർക്കും, പക്ഷെ വ്യക്തിപരമായ വിരോധം നമ്മൾ ആരും സൂക്ഷിക്കാറില്ല. അത് പറ്റില്ല മദ്യാസക്തർക്ക്. അത് പ്രോഗ്രാമാണ് നമ്മളെ അങ്ങനെ ആക്കുക. ആരെങ്കിലുമൊക്കെ അത് സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ജീവിക്കാൻ വലിയ സുഖമുണ്ടായിട്ടില്ല എന്ന് അവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എനിക്കും മറ്റുള്ളവരോടുള്ള വിദ്വേഷവും വിരോധവും എന്നുള്ളപ്പോൾ മീറ്റിങ്ങുകളൊന്നും എടുക്കാൻ പറ്റില്ല. ആ വ്യക്തി എന്തെങ്കിലും പറയുമ്പോൾ വല്ലാത്ത പ്രശ്നമായിരുന്നു. ശരിക്കും ഇതിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ മാറ്റമാണ് നമ്മുടെ. അത് ലളിതമായിട്ട് ചെയ്യാൻ ആദ്യം പറ്റില്ല. കാരണം നമ്മൾ ബില്ല് പറഞ്ഞിട്ടുണ്ട് ലളിതമാണെന്ന് തോന്നാം, പക്ഷെ ഒരു വലിയ വില കൊടുക്കണം എന്ന് പറഞ്ഞു. ആ വലിയ വില എളുപ്പമായിരുന്നില്ല എനിക്ക്. അത് എന്താന്ന് വെച്ചാൽ എന്നിൽ തന്നെയുള്ള ശ്രദ്ധാകേന്ദ്രീകരണമാണ്, എൻ്റെ ഈഗോ ആണ്. എന്നെ പറഞ്ഞു, ഞാൻ എന്തോ ആയി. കാരണം ഞാനെന്ന വ്യക്തി ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഞാനൊരു വിലയിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കുറ്റം മറ്റുള്ളവർ പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാവും. എനിക്ക് മീറ്റിങ്ങുകളൊക്കെ എന്നെ ബാധിച്ചിട്ടുണ്ട്. എൻ്റെ ഷെയറിങ്ങിനെ വിമർശിച്ച് പറയുമ്പോൾ പിന്നീട് ഞാനത് മാറ്റം വന്നപ്പോൾ എനിക്കത് കുഴപ്പമില്ലാതെയായി. ഞാൻ ഉൾക്കൊള്ളാൻ തുടങ്ങി. അതിൽ പിന്നീട് ഞാൻ എൻ്റെ വിമർശിക്കുന്ന ആളുകളോട് ചോദിക്കാൻ തുടങ്ങി. അപ്പം മനോഹരമായിട്ട് മാറാൻ പറ്റും നമുക്ക്. കാരണം ഞാൻ അറിയില്ല, ഞാൻ ഇന്നും പരാജയപ്പെടാൻ തയ്യാറാണെന്നാണ് പ്രോഗ്രാം പറഞ്ഞിട്ടുള്ളത്. പരാജയപ്പെട്ടാലും കീഴ്പ്പെടാൻ അറിയില്ല, അവിടെ സമ്മതിക്കാമല്ലോ. നമുക്കറിയില്ല, എല്ലാം അറിഞ്ഞവരല്ല നമ്മൾ. പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. ഇനിയും പഠിക്കും, പുതിയ ആശയങ്ങൾ കടന്നു വരും, പുതിയ പാഠങ്ങൾ പഠിക്കും. അപ്പം എൻ്റെ അറിവ് അൾട്ടിമേറ്റ് ആണെന്ന് കരുതുന്നില്ല. വേറെ അറിവുകളുണ്ട് എന്ന് എനിക്ക് അംഗീകരിക്കാൻ യാതൊരു മടിയില്ല. നമ്മൾ പറയുന്ന പോലെ നമുക്ക് തിരുത്താൻ പറ്റും, പുതിയ ആശയങ്ങൾ സ്വീകരിക്കാൻ പറ്റും, ആരിൽ നിന്നും പഠിക്കാൻ പറ്റും. അതിന് വർഷങ്ങളുടെ സുബോധം വേണ്ട. പുതിയതായിട്ടുള്ള ആളുകളുടെ നിന്ന് പഠിക്കാൻ പറ്റും. ഞാനൊന്ന് കീഴ്പ്പെട്ടാൽ മതി. ഓരോ ഷെയറിൽ നിന്നും എനിക്ക് പഠിക്കാനുള്ള ആശയങ്ങൾ കിട്ടും. അത് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. ആ മീറ്റിങ്ങിലെ വൈവിധ്യമാണത്. പല രീതിയിലുള്ള ആളുകളുണ്ട്. വിശ്വാസിയായ ആളുകളിൽ നിന്നും ഇവന് പഠിക്കാൻ പറ്റും, അതേപോലെ അവിശ്വാസിയായ ആളിൽ നിന്നും വിശ്വാസിക്ക് പഠിക്കാൻ പറ്റും. ഇദ്ദേഹത്തിന്റെ സ്പോൺസർ ഒരിക്കലും ഒരു വിശ്വാസിയായിരുന്നു അല്ലെങ്കിൽ അവിശ്വാസിയായിരുന്നില്ല അദ്ദേഹം പറയുന്നില്ല. അതുകൊണ്ടാണ് ആ മാലാഖയുടെ ഉദാഹരണം പറഞ്ഞപ്പോൾ ഇതിന്റെ വലിയ ശക്തിയാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അദ്ദേഹം. വ്യത്യസ്തമായ ആളുകളാണ് ആൽക്കഹോളിക്സ് അനോണിമസിലുള്ളത്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ. നമ്മൾ ഐക്യപ്പെടുകയാണ്. ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ പറയുന്നുണ്ട് പൊതു നന്മ. നമ്മുടെ പൊതുവായ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തിനാണ് പൊതുവായ നന്മ നിൽക്കുന്നത്?
വ്യക്തിപരമായ മോചനത്തിന് ഈ കൂട്ടായ്മ ഉണ്ടാവണം, ഇതിൽ ആളുകൾ ഉണ്ടാവണം, കൂടുതൽ ആളുകളിലേക്ക് ഇത് പകർന്നു കൊടുക്കണം. നമ്മൾ സമൂഹം ആ രീതിയിലാണ് നമ്മൾ വളർന്നതെല്ലാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐക്യത്തിലേക്ക് നിൽക്കുകയാണ്. എങ്ങനെ ഐക്യം എന്നുള്ളത് ഒരേ രീതിയിലുള്ള ഐക്യമല്ല. മറ്റ് സംഘടനകൾക്ക് കൃത്യമായിട്ടുള്ള ചട്ടക്കൂടുകൾ ഉണ്ടാവും, ഒരേ രീതിയിൽ ചിന്തിക്കണം. മേൽ കമ്മിറ്റി പറയും, വലിയ കമ്മിറ്റി ഉണ്ടാവും, ഏറ്റവും ഉയർന്ന കമ്മിറ്റിയിൽ നിന്ന് അംഗങ്ങൾ പറഞ്ഞത് നോക്കിയിട്ട് വേണം രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള ആളുകൾക്ക് പ്രതികരിക്കാൻ. ഏതൊരു സാമൂഹ്യ സംഘടനയാണെങ്കിലും ഇൻഡിവിജ്വൽ വ്യക്തിയുടെ അഭിപ്രായത്തിന് വലിയ വിലയൊന്നുമില്ല. അത് പറയാനായിട്ട് അതിൻ്റെ ഒരു സ്പോക്സ് പേഴ്സൺ ഉണ്ടാവും. ആൽക്കഹോളിക്സ് അനോണിമസിന് അങ്ങനെ ആരും സ്പോക്സ് പേഴ്സൺ ഒന്നും ഇല്ല. കാരണം ഈ കൂട്ടായ്മ ഇൻഡിവിജ്വൽ ആണ്. ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? മദ്യരഹിതമായിട്ട് എനിക്ക് ഇരിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ പുറത്താണ്. അവിടെ എൻ്റെ ആശയങ്ങൾ ഞാൻ അടിച്ചേൽപ്പിക്കുന്നില്ല, എൻ്റെ അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷകളുമാണ്. ഇവിടെ വാശി പിടിക്കലൊന്നുമില്ല. ഞാൻ അറിഞ്ഞത് അതേപോലെ മറ്റുള്ളവർ അറിയണമെന്നോ, എൻ്റെ ശരികൾ എല്ലാവരും അംഗീകരിക്കണമെന്നോ, ഇതങ്ങ് മാറ്റിവെച്ചാൽ എന്ത് രസാന്ന് നോക്കിയാൽ മതി. അതുകൊണ്ടാണ് പ്രയർ ടു പ്രയർ മീറ്റിങ്ങുകളിൽ എന്ത് സംസാരിക്കണം, ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ആ മീറ്റിംഗ് കഴിഞ്ഞാൽ ഒരു ചായ കുടിക്കും, തമാശകളൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ വിലയിരുത്തലുകൾ നടത്തില്ല അവിടെ. ആ ചായ കുടി, പരസ്പരം പ്രോഗ്രാം ചെയ്തതിനെ കുറിച്ച് അവിടെ സംസാരിക്കും. ഞാൻ പടികളിലൂടെ പോയപ്പോൾ ഇങ്ങനെയായിരുന്നു, എൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടായി. അവനവൻ്റെ കാര്യമാണ് എല്ലാവരും പറയുക. എന്ത് രസമാണെന്ന് ആലോചിച്ച് നോക്കണം അവനവൻ്റെ ജീവിതം. പല ആളുകൾക്കും പരസ്പരം അവിടുത്തെ ജോലികളെക്കുറിച്ചോ അവൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും അറിയില്ല, പക്ഷെ ഭയങ്കര ബന്ധമായിരിക്കും. മീറ്റിങ്ങിൽ കാണുമ്പോൾ ആ ചിരിയും ആത്മാർത്ഥമായിട്ടുള്ള ചിരിയായിരിക്കും, ആത്മാർത്ഥമായ കെട്ടിപ്പിടുത്തമായിരിക്കും. അത് ആ പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്നുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. നമ്മളതിന് തയ്യാറായിട്ട് വരണം എന്നുള്ളതാണ്. അപ്പോൾ ഐക്യത്തോടു കൂടി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഐക്യപ്പെടാൻ തയ്യാറാവണം എന്നാണ്. മറ്റുള്ളവർക്ക് ഐക്യം ഉണ്ടോ എന്നല്ല, എനിക്ക് ഐക്യം ഉണ്ടാവണം എന്നാണ്. അപ്പോൾ ആ ഐക്യത്തിന് തയ്യാറാവണം. മൂന്നാമത്തെ പാരമ്പര്യത്തെ കൃത്യമായിട്ട് പാലിപ്പിക്കാൻ, മദ്യപാനം നിർത്തണമെന്ന ആഗ്രഹവുമായി വരുന്ന മനുഷ്യരുമായിട്ട് ഐക്യപ്പെടാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ടോ? അവർ ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറിയിട്ടല്ല, ഒരേപോലെയുള്ള ആളുകളല്ല, സമൂഹത്തിന്റെ വിവിധ രീതിയിൽ വരുന്നു, വിവിധ സ്വഭാവങ്ങളുള്ള ആളുകളുണ്ട്, ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ആളുകളുണ്ട്, എന്നും ഒരേ രീതിയിൽ ഷെയർ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, പല രീതിയിലുള്ള മനുഷ്യരുണ്ട്. മൂന്നാമത്തെ പാരമ്പര്യം നമ്മളോട് പറയുന്നത് അവന്റെ മറ്റു കാര്യങ്ങളും നോക്കണ്ട, അവന്റെ കാര്യത്തിൽ നിന്ന് വേണ്ടതിന് എടുക്കുക, അല്ലാത്തതിന് അവിടെ വെച്ചോളുക. അവനെ നീ മാറ്റാനൊന്നും ശ്രമിക്കണ്ട. അവൻ ഇങ്ങനെ ആയിരിക്കണം, അവൻ എങ്ങനെ സംസാരിക്കണം, അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇടപെടുക, ഇതൊന്നും മേല് പറയാറില്ല. നമ്മൾ മദ്യത്തിൽ നിന്ന് മാറി നിന്നു, എങ്ങനെയാണ് മാറി നിൽക്കുന്നത്? ഈ കഥകളാണ്, അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷകളും പങ്കുവെക്കുന്നു. വേറൊരു ഇടപാടും നമുക്കില്ല എയില്. അപ്പോൾ ബിഗ് ബുക്കിൽ അവസാന ഭാഗത്ത് ആത്മീയത എന്ന തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: എയുടെ ആത്മീയ പരിപാടിയെക്കുറിച്ച് ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ആഗ്രഹം, സത്യസന്ധത, തുറന്ന മനസ്സ്, ഇതാണ് മദ്യത്തിൽ നിന്നുള്ള മോചനത്തിനായിട്ട് ആവശ്യമുള്ളത്. നമ്മൾ അനുബന്ധം 2 ഇവിടെ പറഞ്ഞു. അതിൽ എയുടെ രണ്ടാമത്തെ എഡിഷനിലാണ് അത് നമ്മൾ ചേർക്കുന്നത്. പലപ്പോഴും ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഒക്കെ ശക്തമായ രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം വേണമെന്നൊക്കെ ഉള്ള കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴാണ് അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്നും എന്താണ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് എയിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം ഒരു ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇപ്പോൾ ആർക്കും പറയാമല്ലോ, എനിക്ക് ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ അനുഭവമാണ്. അത് എന്താണെന്ന് ആർക്കും വേറൊരാൾക്ക് പറയാനൊന്നും പറ്റില്ല. ഞാൻ രാത്രി കണ്ടത് എൻ്റെ സ്വപ്നത്തിൽ ഡിങ്കനെ ആയിരുന്നു, ഡിങ്കൻ പ്രത്യക്ഷപ്പെട്ട് പങ്കിലക്കാടിലെ പ്രവർത്തനം ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ മീറ്റിങ്ങിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിരി വരും അല്ലേ, കളിയാക്കും പലരും. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇല്ലാത്ത, അതിനുമായി ബന്ധമില്ലാത്ത ആൾക്കാർക്ക് കേട്ടാൽ സംഭവിക്കുന്ന കാര്യം അതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അനുബന്ധ ആത്മീയത എന്താണ്, ഏൽ ആത്മീയത എവിടെ വരണം എന്നുള്ള കാര്യത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആഗ്രഹം ഉണ്ടായിരിക്കുക, എനിക്ക് മദ്യത്തിൽ നിന്ന് മാറി നിൽക്കണം, ജീവിതത്തിൽ ഏത് കാര്യമാണ് എനിക്കൊരു മാറ്റം ഉണ്ടാക്കണം, സത്യസന്ധത ഉണ്ടായിരിക്കണം, എന്തിനാണ് മാറ്റം ഉണ്ടാവേണ്ടത്, എവിടെയാണ് എൻ്റെ മാറ്റം ഉണ്ടാവേണ്ടത് എന്നുള്ള സത്യസന്ധത ഉണ്ടാവണം. പിന്നെ തുറന്ന മനസ്സ്, നേരത്തെ പറഞ്ഞ രീതിയിൽ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളാൻ. ആത്മീയതയുടെ ഏറ്റവും അടിസ്ഥാന ഘടകം തന്നെ 56-ാമത്തെ പേജിൽ പറയുന്ന ഭാഗമാണ്. ഞാൻ അതിന് തയ്യാറായിട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും മാറ്റമുണ്ടാകും എന്നാണ്. അപ്പൊ അദ്ദേഹവും അത് പറയുകയാണ്. മോചനത്തിനായിട്ട് ഈ ഒരു കാര്യമാണ്, തുറന്ന മനസ്സുണ്ടാവും, ശക്തമായ ആഗ്രഹം ഉണ്ടാവുന്നു, സത്യസന്ധത ഉണ്ടാകുന്നു, തുറന്ന മനസ്സ്, ഇതേ വേണ്ടു. ബാക്കിയെല്ലാം നമ്മൾ കണ്ണടയ്ക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസ് പ്രവർത്തിക്കുമെന്ന് ഈ അംഗവും സാക്ഷ്യപ്പെടുത്തുകയാണ്.
എൻ്റെ ജീവിതം എയോട് കടപ്പെട്ടിരിക്കുന്നു. ഒരു മതത്തിൽ ചേരുവാനല്ല, മറിച്ച് മദ്യപാന രോഗത്തിൽ നിന്ന് മാറി നിൽക്കാനാണ് ഞാൻ എയിൽ വന്നത്. ഇതൊരു മതപരമായ സംഘടനയാണെന്ന് ഇപ്പോൾ എനിക്ക് വിശ്വാസമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതം രക്ഷിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അദ്ദേഹം അത് വളരെ രസകരമായിട്ട് കൺക്ലൂഡ് ചെയ്യാണ്. എൻ്റെ ജീവിതം എയോട് കടപ്പെട്ടിരിക്കുന്നു. എയിലെ മറ്റു ആളുകളുമായി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു മതത്തിൽ ചേരാനോ മതത്തിന്റെ രീതിയിൽ വരാനോ ദൈവത്തിനെ കണ്ടുപിടിക്കാനോ ഒന്നുമല്ല ഞാൻ വന്നതെന്നാണ്. കാരണം അത് അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ചിലർ പറയും ദൈവത്തെ കണ്ടെത്തലാണ്. അത് അവനവന്റെ കാര്യമാണ്. അതൊക്കെ നമ്മളത് മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നതിന്റെ കാരണം നമ്മൾ അറിഞ്ഞത്. ഇപ്പൊ ഞാൻ വിശ്വാസിയല്ല, ഞാൻ അപ്പൊ മറ്റാൾക്കാരോട് നിങ്ങളുടെ വിശ്വാസം പിടി എന്ന് പറയുമ്പോൾ എങ്ങനെ ഉണ്ടാവും? എത്ര ഹേർട്ടാവും അവരുടെ വിശ്വാസത്തിനെ നമ്മൾ എയിൽ വന്ന് കളിയാക്കുമ്പോൾ. അതേപോലെയാണ് ഈ വിശ്വാസമുള്ള ആളുകൾ ഇത് ദൈവത്തിനെ കണ്ടെത്തുന്ന പരിപാടി നിങ്ങൾ കണ്ടെത്തണം, നിർബന്ധമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ രോഗം അതുകൂടിയാണ്. മറ്റുള്ള നമ്മൾ അറിഞ്ഞ ആശയം നമുക്കാണ് വലുത്, അത് മറ്റുള്ളവർക്ക് വലുതാണെന്ന് നമ്മൾ കരുതരുത്. ലോകത്ത് പല ആശയങ്ങളുമുണ്ട്, പല രീതികളുമുണ്ട്. അത് ഓരോ മനുഷ്യരും അത് എങ്ങനെയാ വന്നത് എന്ന് വെച്ചാൽ ആ ആശയങ്ങളെ ലോകത്തിന്റെ മുന്നിലേക്ക് ഇട്ട് മറ്റു മനുഷ്യർക്ക് എടുക്കാൻ പാകത്തിന് നിന്നു കൊടുത്തു. അതിൽ സ്വീകാര്യമായതിനെ വരുന്നു. ഇന്ന് പുരോഗമനമായ ഈ സമൂഹത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ടാണ് പല ആളുകളും പല രീതിയിൽ പലതൊന്നും പുറത്തു വരുന്നതിന്റെ കാരണം അതാണ്. അപ്പൊ അത് അദ്ദേഹത്തിന് മതപരമായ സംഘടനയല്ല എന്ന ബോധ്യം വരുന്നു. ഇത് മതപരമായ കാര്യങ്ങൾ പഠിക്കാനല്ല ഏല് വന്നത്, ജീവിതം രക്ഷിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അദ്ദേഹത്തിന് യാതൊരു തരത്തിലും ദൈവമില്ലാതെ തന്നെ ഏല് തുടരാനായിട്ട് ഈ അംഗത്തിന് പറ്റുന്നു. അദ്ദേഹം സുബോധവാനാകുന്നു. 12 പടികൾ അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹം അതിനെ കൺക്ലൂഡ് ചെയ്തത് എന്നുള്ളതാണ്. ഇനി ദൈവനാമം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞ ദൈവം എന്ന പദം എന്ന് പറയാം, ദ ഗോഡ് വേർഡ് എന്ന് പറഞ്ഞ ഒരു ഷെയറിംഗ് ആണ്. അംഗങ്ങളിൽ പലരും ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കരങ്ങൾ ഉന്നതത്തിൽ വസിക്കുന്നു. ഒരു മഹാശക്തി ഒരു പാവക്കൂത്ത് കളിക്കാരനെ പോലെ മനുഷ്യരുടെ ഗുണങ്ങളെ, പ്രത്യേകിച്ച് പുരുഷനായ ഒരാൾ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നുവെന്ന് എനിക്ക് വിശ്വസിക്കാനാവില്ല. എന്നിരുന്നാലും എന്നെക്കാളും വലിയൊരു ശക്തിയിൽ വിശ്വസിക്കാൻ എനിക്ക് മടിയില്ല. കാരണം എൻ്റെ സുബോധാവസ്ഥയ്ക്ക് എനിക്ക് ഈ വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ ഈ ചിന്താഗതി എന്നെ ഒരു ആത്മീയവാദിയാക്കുമെന്നാണ്. എങ്കിലും അങ്ങനെ ഒരു ലേബലിട്ട് വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ മറ്റുള്ളവർ ഒരു ഉന്നത ശക്തിയെ കണ്ടെത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഞാൻ ഒരു ആത്മീയവാദിയാണ് എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അടുത്ത ഒരു ഷെയറിങ്ങിൽ വിചിത്രം എന്ന് പലർക്കും തോന്നുന്ന രീതിയിൽ, എന്നാൽ അത്തരം ആളുകളും ഉണ്ട് ഏല്. അദ്ദേഹം ലേഡിയാണ് ഷെയറിങ് കേട്ടിട്ട്. അപ്പോൾ ആ ഒരു ലേഡിയായ ഒരു സ്ത്രീ, അവരെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും ദൈവത്തിൽ വിശ്വസിക്കുന്നു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പാവക്കൂത്ത് കളിക്കാരനെ പോലെ അവരുടെ സങ്കല്പം അങ്ങനെയായിരുന്നു ദൈവത്തെക്കുറിച്ച്. അപ്പൊ നമ്മൾ തർക്കിക്കാനൊക്കെ ആയിട്ട് ദൈവം ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയും. അതൊക്കെ ഓരോ എന്താ പറയാ, നിങ്ങളുടെ കാഴ്ചപ്പാട് മാത്രമാണ്. ഇത് മറ്റുള്ളവരുമായി ഏയിൽ വന്നിട്ട് നമ്മൾ പറയില്ലേ, നമ്മൾ ചിലതിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിയാനായിട്ടാണ്, അവനവന്റെ വിശ്വാസം മഹത്തരമാണ് എന്ന് കരുതിക്കോളാൻ പറയും. പക്ഷെ അത് മറ്റുള്ളവരോട് നിങ്ങൾ തർക്കിക്കരുത്, അപ്പൊ അവരെതിർക്കും എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് ഏയിൽ രണ്ടാമത്തെ പടിയിൽ നമ്മളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, തർക്കിക്കുന്ന സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ രണ്ടാം പടി അരിച്ചിറങ്ങുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലായത് പിന്നീടാണ്. നമ്മൾ ഈ വിഷയത്തിൽ തർക്കം ഉണ്ടായി കഴിഞ്ഞാണ്ടല്ലോ ഭയങ്കര തർക്കമായിരിക്കും. ആരും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. കാരണം ഈഗോ ഇങ്ങനെ ഹേർട്ടാവും. ഇപ്പൊ ഒരു വിശ്വാസി അവിശ്വാസിയും കൂടി തർക്കം നടക്കുമ്പോൾ പല ഗണങ്ങളിൽ പോകും. പിന്നെ ഒരു മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ ഇത് ക്രോസ് ചെയ്യേണ്ട അവസ്ഥ വരും. ഇവൻ വിശ്വാസത്തെക്കുറിച്ച് ആഞ്ഞു പറയും, അവന്റെ വിശ്വാസത്തെ ഹനിക്കാനായിട്ട് മറ്റാൾ ശ്രമിക്കും. എന്താ ഉണ്ടാവുക? ഐക്യം പോകും, പ്രാഥമിക ഉദ്ദേശം മാറും നമ്മൾ. അതുകൊണ്ടാണ് ആ വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് വിവാദമാകുന്ന വിഷയങ്ങൾ നമ്മൾ ക്രോസ് ചെയ്യുക. അവനവന്റെ വിശ്വാസം ശരിയാണെന്ന് അവനവന് വിശ്വസിക്കാം, അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കരുത്. അത്രയേ ഉള്ളൂ. നമ്മൾ പടിയുടെ കാര്യത്തിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്ക് പടി വേണ്ട, നിങ്ങൾ എടുക്കണ്ടെന്ന്. ഇത് എയെ കണ്ടെത്തിയ മാർഗം, എയുടെ അടിസ്ഥാനപരമായിട്ട് ഇതാണ് ഞങ്ങൾ കണ്ടെത്തിയെന്നാ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളാ. അല്ലാണ്ട് മദ്യാസക്തി നിർത്താനായിട്ടും മദ്യപിക്കാത്ത ആൾക്കാർ ഇത് ചെയ്താലേ രക്ഷപ്പെടൂ എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞത് എന്താണ്? ഇത് എടുത്താൽ ഇത്തരം മാറ്റം ഉണ്ടായിട്ടുണ്ട്.
എനിക്കത് വേണമെന്ന് തോന്നിയത് കൊണ്ടാണ് പടികളെടുത്ത്. പടികളില്ലാതെ മാറുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ അത് മറ്റുള്ളവരും അത്തരം രീതിയിലേക്ക് വരണമെന്ന് വാശി പിടിക്കരുത്. അങ്ങനെയാണെങ്കിൽ കുടിയുടെ കാര്യത്തിൽ നമുക്ക് ഒരേപോലെ അല്ലല്ലോ. എല്ലാവരുടെയും കുടി മാറ്റി തടഞ്ഞു നിർത്താൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഷെയറിങ്ങുകൾ മാത്രമായിട്ട്. ഓരോ ആളുകൾക്കും അവനവന്റെ ജീവിതം എവിടെ അനിയന്ത്രിതമായി എന്ന് കണ്ടെത്തണം. അപ്പോഴേ പറ്റൂ. അതുകൊണ്ടാണ് പറയുന്നത്, അവനവന്റെ വിശ്വാസമായിക്കോട്ടെ, ചക്രവിശ്വാസത്തിൽ നിൽക്കുക, അത് മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കരുത് എന്ന് പറയുന്നതിന്റെ ഉദാഹരണം. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു പാവക്കൂത്ത് കളിക്കാരനായിട്ട് മുകളിൽ ഇങ്ങനെ ഇരുന്ന് മനുഷ്യരെയൊക്കെ ഇറക്കി വിട്ട് പുഴുക്കളെ പോലെ, നീ അത് ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ തീയിലിട്ട് പൊരിക്കും എന്ന് പറയുന്ന, എല്ലാം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഭൂമി മാത്രമൊന്നുമല്ല. ഭൂമിയിലെ മനുഷ്യര് നമ്മൾ പറയുന്ന കോവിഡ് വൈറസ് ഒക്കെ വന്നപ്പോൾ അത്ര പോലും ഇല്ല എന്നാ പറയുന്നത്. കാൾ സാഗൻ പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു വീക്ഷണം പറയാറുണ്ട്. നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വലുതാണെന്ന് തോന്നിയാൽ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി എന്ന് പറയും. അപ്പൊ അതേപോലെ വളരെ നിസ്സാരനാണ് മനുഷ്യനും ഭൂമിയും ഒക്കെ. അപ്പൊ അവിടെയുള്ള മനുഷ്യനെ എങ്ങനെ ഇറക്കി വിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ശക്തിയിൽ അവർ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല, പല മതങ്ങളിലും അല്ലെങ്കിൽ അവർ മനസ്സിലാക്കിയ മതങ്ങളിലൊക്കെ ദൈവം എന്ന് പറയുന്നത് പുരുഷ വർഗത്തിൽ നിൽക്കുന്ന ദൈവമാണ്. പലപ്പോഴും നമ്മൾ വിവാദ വിഷയമാണെങ്കിൽ ഞാനത് പറയുകയാണ്, പറഞ്ഞ കൂട്ടത്തിലാട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. ഈ മരിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ത്രീകളും മദ്യപ്പുഴകളും ഒക്കെ ഒഴുക്കുന്ന സ്വർഗം കാണുമ്പോൾ സ്ത്രീകൾക്കൊന്നുമില്ലല്ലോ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര വിഷമം. കാരണം സ്ത്രീകളെ പരിഗണിക്കുന്നില്ല. പുരുഷന്മാർക്ക് കിട്ടുന്ന സുഖങ്ങളെ കുറിച്ച് പറയുന്ന പുരുഷനായ ഒരു ദൈവമായിട്ടാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. സ്ത്രീയാണ് ഭയങ്കരമായിട്ട് നമ്മൾ നോക്കിയാൽ മതി. എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഡൊമൈനിങ് സമൂഹം പുരുഷനായതുകൊണ്ട് തെറികൾ പോലും നമ്മൾ സ്ത്രീകളുടെ പേരിലാണ് നമ്മൾ പറയുക. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ശക്തിയിൽ വിശ്വസിക്കാൻ ഈ അംഗത്തിന് പറ്റുന്നില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ശക്തി എന്ന് പറയുന്ന ആശയത്തിൽ വിശ്വസിക്കാൻ എന്നൊരു മടിയിൽ എന്തോ ഒന്നുണ്ട്, അങ്ങനെ കരുതുന്ന ആൾക്കാരുണ്ട്. എവിടെയോ എന്തോ പ്രവർത്തിക്കുന്നു. അതിനെ ഞാൻ വലിയ ശക്തി എന്ന് വിളിക്കുന്നു. കാരണം എൻ്റെ സുബോധാവസ്ഥ, അതാണ് പ്രധാനി. അവർ കണ്ടെത്തിയതിനെ അവരുടെ രീതിയിൽ. എൻ്റെ സുബോധാവസ്ഥയ്ക്ക് അതെനിക്ക് വേണം. അത് അവരുടെ ശരിയാണ്, അവർക്ക് തീർച്ചയായിട്ടും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ഇന്ന രീതിയിലായിരിക്കണം എന്ന് പറയുന്നില്ല. അതേപോലെ അവരുടെ ഈ വിശ്വാസത്തെ അവർ എയിൽ കൊണ്ടുവന്ന് മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്നില്ല. അവിടെ നല്ല മാനവീയമായ ജനാധിപത്യത്തിന്റെ ആ സൗന്ദര്യ ഗുണം അവിടെ ഉണ്ട്. അവർ സ്വയം കണ്ടെത്തി, എൻ്റെ സുബോധാവസ്ഥയ്ക്ക് എനിക്കൊരു വലിയ ശക്തി എന്ന ആശയം വേണം, ഒരു ദൈവം എനിക്ക് വേണം, ഞാനൊരു ആജ്ഞേയവാദിയാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ മറ്റുള്ളവർ എന്നെ അങ്ങനെ വിളിക്കുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാന് മറ്റാൾക്കാരൊക്കെ ഈ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി വിഷമിക്കുന്നതും കറ്റത കാണുമ്പോൾ ഞാനൊരു ആജ്ഞേയവാദിയാണ്, ദൈവം ഉണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറയുന്ന ആ ഒരു ആജ്ഞേയവാദിയാണെന്ന് വിളിക്കാനാണ്, അല്ലെങ്കിൽ അത് ഞാൻ അങ്ങനെയാണെന്ന് കരുതാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്ന് പറയാണ് അവർ. എയുടെ ശക്തി തീർച്ചയായിട്ടും എന്നെക്കാൾ വലുത് തന്നെ. ഈ ശക്തി തീർച്ചയായും എനിക്ക് ആവശ്യവുമാണ്. ഇതിനെപ്പറ്റി അരിസ്റ്റോട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: പല നുറുങ്ങു കഷ്ണങ്ങളെക്കാൾ നല്ലത് ഇവയെല്ലാം ചേരുന്ന ഒരുമയാണ്. എൻ്റെ ദൈനംദിന ജീവിതത്തിൽ ഞാൻ തീർച്ചയായിട്ടും 12 പടികളും പരിശീലിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു വലിയ ശക്തി ആവശ്യമാണ്. ബിഗ് ബുക്കിൽ പേജ് 55 പറയുന്നത് പോലെ അതിപ്രകാരമാണ്: ആ മഹാസത്യം ഞങ്ങൾ ഞങ്ങളിൽ തന്നെ കണ്ടെത്തി എന്നാണ്. എൻ്റെ ദൈനംദിന ധ്യാനത്തിൽ കൂടി എൻ്റെ മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾക്കിടയിലും ഒരു വല്ലാത്ത ശാന്തതയും സമാധാനവും ഞാൻ അനുഭവിക്കുന്നു. അതിൽ നിന്ന് ലഭിക്കുന്ന ഊർജം എൻ്റെ ജീവിതത്തെ നേരിടുവാൻ എന്നെ സഹായിക്കുന്നു. 11-ാം പടിയിൽ പറയുന്നത് പോലെ അത് പ്രാവർത്തികമാക്കാനുള്ള ശക്തി എനിക്ക് ലഭിക്കുന്നു. എൻ്റെ ശരിക്കുള്ള സ്വഭാവം ഇതുതന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ബിഗ് ബുക്കിൽ പറയുന്നു, ആ വലിയ സത്യം ഇതുതന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിന് മറ്റെന്തെങ്കിലും പേരോ അടയാളമോ അർത്ഥമോ കൊടുക്കാനാകില്ല. അപ്പൊ അവിടെ എയുടെ ശക്തിയെ വലിയ ശക്തി എന്ന് പറയാൻ ഇഷ്ടമാണ്. അരിസ്റ്റോട്ടലിന്റെ ഒരു കോട്ട് എടുത്ത് അവർ പറയുന്നുണ്ട്, പല നുറുങ്ങ് കഷ്ണങ്ങൾ, ആ നുറുങ്ങ് കഷ്ണങ്ങൾ വെവ്വേറെ നിൽക്കുന്നതിനേക്കാൾ ഒന്നായി ചേർന്ന് കഴിഞ്ഞാൽ അതിനെ ഒട്ടിക്കാൻ പറ്റില്ല. നമ്മുടെ പഴമക്കാരൊക്കെ പറയും, ഒരു ഈർക്കിലകളായിട്ട് നമ്മൾ നിൽക്കുന്നു, ആ ഈർക്കിലകൾ ചേർന്നതാണ് ഒരു ചൂല്, ആ ചൂല് ഒടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതാണ് നമ്മുടെ കരുത്ത് എന്നൊക്കെ പഴമക്കാർ പറയുന്ന പോലെ. നമ്മൾ ഇങ്ങനെ പല പല രീതിയിലും പല ഭാഗത്ത് നിൽക്കുന്ന ആളുകളാണ്. പക്ഷെ നമ്മൾ ഒരുമിച്ച് ചേരുമ്പോൾ ഒരു ശക്തി ഉണ്ടാകുന്നു. അപ്പോൾ അത് അവര് അനയുന്നു. ഏറ്റവും പ്രധാനം എന്താണ്? മറ്റുള്ളവർ ഉൾക്കൊള്ളാൻ പഠിച്ചു എന്ന ഒരു സന്ദേശം ഉണ്ട് അവിടെ.
വിവിധ തരത്തിലുള്ള ആളുകൾ തങ്ങളുടെ വിശ്വാസത്തുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളുമായിട്ട് ചേർന്ന് നിൽക്കുക എന്നത് ഒരു കുടുംബത്തിൽ പോലും ഒരുമിച്ച് നിൽക്കുന്നതിന്റെ, നമ്മളിന്ന് ഒന്നാമത്തെ പാരമ്പര്യമൊക്കെ പറയുമ്പോൾ പലപ്പോഴും പറയും കുടുംബത്തിൽ പാരമ്പര്യം അല്ലെങ്കിൽ ആത്മീയത എന്നൊക്കെ പറയുന്ന കാര്യം വരുമ്പോൾ ഗ്രൂപ്പിൽ നമ്മൾ പരിശീലിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് കിട്ടുന്ന പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ മറ്റു മനുഷ്യരെ നമ്മൾ അംഗീകരിക്കും. വിവിധ വിശ്വാസമുള്ള ആളുകൾ, വിവിധ തരത്തിലുള്ള ആളുകൾ, അവരുമായി ചേർന്ന് നിന്നുകൊണ്ട് നമ്മളിപ്പോൾ കേട്ടിരിക്കുന്നില്ലേ, ഒരേ രീതിയിൽ പറയുന്ന ആളുകൾ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഷെയറിങ് ചെയ്യുന്ന ആളുകൾ, പല താല്പര്യമുള്ള ആളുകൾ, അതിൽ തന്നെ നമ്മളെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവിടെയൊക്കെ നമ്മളൊരു കാര്യം പരിശീലിക്കുന്നുണ്ട്, ഒരുമയോടുകൂടി നിൽക്കണം. ആ ഒരു പരിശീലനം അത് എളുപ്പമൊന്നുമല്ല. നമ്മൾ ചിലപ്പോൾ തല്ലുകൂടലുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ആത്യന്തികമായിട്ട് നമ്മൾ എത്തും. അല്ലെങ്കിൽ നമ്മുടെ പഴമക്കാരും അവരൊക്കെ അത് പോട്ടെ, നീ അത് വിട്ടുകളാന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഐക്യത്തിലേക്ക് കൊണ്ടുവരും. പറ്റാവുന്ന കാര്യങ്ങൾ ആ ഐക്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മളെ വീട്ടിൽ നമുക്കിത് പറ്റും. കാരണം മറ്റു മനുഷ്യരെയൊക്കെ വീട്ടിൽ ഭാര്യ ഭർത്ത ബന്ധങ്ങളിലൊക്കെ ഉള്ള ഏറ്റവും വലിയ കുഴപ്പം എന്താണ്, നമുക്ക് അവരെ അംഗീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. അവർക്ക് അവരുടെ അഭിപ്രായമുണ്ട്, നമുക്ക് ഐക്യപ്പെടാൻ പറ്റില്ലല്ലോ. കുടുംബത്തിലെ ഒരു പൊതുവായ കാര്യം വരുമ്പോൾ ഞാൻ രാജാവായിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് വീട്ടിലെ ആളുകൾ കേൾക്കണം. മകനെ കേൾക്കാൻ തന്നെ തയ്യാറല്ല, കാരണം അവൻ കുട്ടിയാണ്. കുട്ടികൾ വർത്താനം പറയണ്ടെന്നാ പറയുക പണ്ട്. അപ്പം നമ്മളത് കേൾക്കും, അവർക്ക് സമയം കൊടുക്കും. എന്നാൽ വേണ്ട മാതിരിയുള്ളതേ നമ്മൾ എടുക്കുള്ളൂ. വേണ്ടത് നമ്മൾ എന്ത് ചെയ്യും, അവനെയും കൂടി കേട്ട് അഭിപ്രായം എടുക്കാൻ പ്രാപ്തമാക്കുന്നത് നമ്മുടെ പ്രോഗ്രാമാണ്. അതേപോലെ ഐക്യത്തിന്റെ വലിയ ഒരു പ്രവർത്തനം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ ഭാഗങ്ങളിലും, നമ്മുടെ ഓഫീസുകളിലും എല്ലാ ഭാഗങ്ങളിലും സമൂഹത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ കൂട്ടായ്മ നമ്മളെ പഠിപ്പിക്കും. അപ്പോൾ ആ അംഗത്തിന്റെ ഏറ്റവും പ്രധാനതാണ് ആ ഒരുമയോടുകൂടി നിൽക്കുക, ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുക. കാരണം അത് തന്നെ ജീവിതത്തെ നേരിടാൻ ഇങ്ങനെ നിൽക്കുന്നവർ വിജയിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. അതെന്താന്ന് വെച്ചാൽ സമൂഹം തന്നെ വിഭിന്നമാണല്ലോ. എല്ലാ ഇടങ്ങളിലും നമുക്ക് പ്രശ്നം എന്താണ്, മറ്റുള്ളവർ നമ്മളെ പോലെയല്ല, നമ്മൾ പറഞ്ഞത് ആരും കേൾക്കുന്നില്ല എന്നതാണല്ലോ. അപ്പൊ അവിടങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് സന്തോഷവും ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിന്റെ ആനന്ദം കണ്ടെത്തുമ്പോൾ നമ്മുടെയൊക്കെ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ്. ജീവിതത്തെ എങ്ങനെയാണ് നമ്മൾ നേരിടേണ്ടത്, ജീവിതത്തിലെ പ്രശ്നങ്ങളെ. അപ്പൊ നമ്മൾ ഉറച്ച മനസ്ഥിതിയോടുകൂടി നമ്മൾ നിൽക്കുമ്പോൾ, നമുക്കൊരു കരുത്തുണ്ടാകുമ്പോൾ വിഷമങ്ങളിൽ പെട്ട് നമ്മൾ ഉഴയില്ല. അപ്പൊ നമ്മൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, ചിന്താകുഴപ്പത്തിലില്ലാതെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഭയങ്കര ഇതായിരിക്കും. അതുകൊണ്ടാണ് പ്രോഗ്രാം വളരെ കൃത്യമായിട്ട് 12 പടികൾ ചില ആളുകൾക്ക് വളരെ പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുന്നതിന്റെ കാരണം. പണ്ട് അത്തരം രീതികൾ ശീലമില്ല. എന്ത് കാര്യത്തിനും എടുത്തു പിടിച്ച മാതിരി പ്രവർത്തിച്ചിട്ടാണ് ഞാൻ എന്നെ പോലെയുള്ള മദ്യാസക്തന്റെ ശീലം. അവിടെയാണ് ഒരു മാറ്റം. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആ ലേഡി അംഗം 12 പടികൾ പരിശീലിക്കാൻ ആരംഭിക്കുന്നു. ഒരു ശക്തിയെ അംഗീകരിക്കാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ ബിഗ് ബുക്ക് നമുക്കറിയാം, ആഗ്നോസ്റ്റിക് എന്ന് പറയുന്ന ആ ഭാഗത്തിൽ പറയാറുണ്ട്, ആത്യന്തിക വിശകലനത്തിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ അത് ശക്തിയെ കണ്ടു എന്ന് പറയുന്നുണ്ട് നമ്മുടെ ബിഗ് ബുക്കിൽ. അവസാനം ആ ആത്മീയവാദികളുടെ അധ്യായത്തെ പൂർത്തിയാക്കുന്നതിന് തൊട്ട് മുന്നെയാണ്. ആത്യന്തിക വിശകലനത്തിൽ അവിടെ നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റൂ, അവിടെ നിന്ന് പ്രവർത്തിക്കണം. നമ്മുടെ എല്ലാം രണ്ടാമത്തെ പടിയുടെ പ്രവർത്തനം അങ്ങനെയാണ് കടന്നു വരിക. നമുക്ക് പറ്റാത്ത കാര്യങ്ങളിൽ, നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തവിടത്ത് നമ്മളെ ക്ഷമിപ്പിക്കുന്നത്, നമുക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളെ നമ്മളെ കൊണ്ട് സ്വീകരിപ്പിക്കുന്നത്, ഇതൊക്കെ രണ്ടാമത്തെ പടിയിൽ പറയുന്ന ഭാഗമാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം, ആ അഗ്നോസ്റ്റിക് ആയിട്ടുള്ള അംഗത്തെ സംബന്ധിച്ചിടത്തോളം 55-ാമത്തെ പേജിൽ പറയുന്ന പോലെയാണ്, അത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് കണ്ടെത്താനായി പറ്റുന്നു ആ ശക്തിയെ. അതാണ് എൻ്റെ വലിയ ശക്തി എന്ന ആശയം. അവിടെ അവർ ദൈനംദിനമായ ധ്യാനത്തിലൂടെ മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾക്കിടയിലും വല്ലാത്ത ശാന്തിയും സമാധാനവും അവർ അനുഭവിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ദൈനംദിന ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അപ്പൊ കുറച്ചു സമയം നമ്മൾ മാറി നിൽക്കുന്ന ഊർജം, ആ ഊർജത്തിലൂടെ നമുക്ക് മാറ്റം ഉണ്ടാവുന്ന പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ 11-ാമത്തെ പടിയൊക്കെ ഞാൻ പരിശീലിക്കുന്നതിന് മുന്നേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ ഡ്യൂട്ടിക്ക് പോവുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമായിരുന്നു. ആ കുട്ടികളൊക്കെ ആവുന്ന കാലത്തുണ്ടായിരുന്ന അതേ അനുഭവമാണ്. കാരണം വ്യാഴാഴ്ച ലീവ് വരിക പറഞ്ഞാൽ ബുധനാഴ്ച വലിയ സന്തോഷമായിരിക്കും. കാരണം നാളെ ലീവ് വരികയല്ലേ എന്ന് പറഞ്ഞിട്ട് പണിയൊക്കെ നല്ല ഉഷാറായിരിക്കും. കാരണം ബുധനാഴ്ചത്തെ പണിയൊക്കെ നല്ല ഉഷാറ്, കാരണം വ്യാഴാഴ്ച വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ആ വീട്ടിലേക്ക് പോരുന്നു, ഭയങ്കര സന്തോഷകരമായിട്ട് യാത്ര ചെയ്യുന്നു. അത് കഴിഞ്ഞ്
ആദ്യത്തെ ദിവസം വെള്ളിയാഴ്ച കഴിഞ്ഞാൽ കുഴപ്പമില്ല, നാളെയും കൂടി ലീവാണ്. ശനിയാഴ്ച ഒരു ഉച്ചയൊക്കെ ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഒരു ഉറക്കം കൂടി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം എന്താ വെച്ചാൽ ഞായറാഴ്ച പണിക്ക് പോകണം. അപ്പം അത് പ്രോഗ്രാമിലേക്കുള്ള ഒരു സുഹൃത്തുമായിട്ടൊക്കെ അത് ചർച്ച ചെയ്ത് പരിശോധിക്കാൻ 11ാമത്തെ പടി പ്രകാരം ഒരു പരിഹാരം കണ്ടെത്താൻ തുടങ്ങിയപ്പോൾ ഓരോ പണിയും അതാത് സമയങ്ങളിൽ എങ്ങനെയാണ് അസ്വസ്ഥതകളെ മാറ്റേണ്ടതെന്നാണ് 11ാമത്തെ പടി പറയുന്നത്. അതിനെ എൻജോയ് ചെയ്യുക, ആ പണിയിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുക, അതിനെ ഒരു ദിവസത്തെ പരിപാടിയായിട്ട് കാണുക. അപ്പം എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ദീർഘകാലമാകുന്ന ലക്ഷ്യങ്ങളായിട്ട് മാറും. അപ്പം നമുക്ക് എല്ലാ ദിവസങ്ങളെയും എൻജോയ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഉണ്ടാവില്ല, നീണ്ടു നിൽക്കുന്ന സന്തോഷത്തിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. ആ സന്തോഷം നീണ്ടു നിൽക്കും. അത് ഇങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് പണി ഇല്ലാതപ്പോൾ ഉണ്ടാവുന്നതല്ല, പണി എടുക്കാൻ നമ്മുടെ മടിയെ മാറ്റുന്നതാണ്. 11ാമത്തെ പടിയുടെ ധ്യാനത്തെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊരു കുഴപ്പമുണ്ടായിരിക്കുന്ന സമയത്ത് ആ കുഴപ്പത്തിനെ കുറച്ചു നേരം മാറി നിൽക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഊർജ്ജം ഉണ്ടാവാനാണ്. കാരണം നമ്മളവിടെ ചിന്താകുഴപ്പത്തിൽപ്പെട്ട് നമ്മളോട് എപ്പോഴും പറയില്ല, ആകെപ്പാടെ പകച്ചു നിന്നുകൊണ്ട് എല്ലാം പോയിട്ട് കൈയിട്ടിട്ട് ഇങ്ങനെ ഇളക്കരുത് എന്ന് പറയും. കാരണം നമ്മൾ ചിന്താകുഴപ്പം ഉണ്ടാകുമ്പോൾ ചെയ്യുന്നതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ദേഷ്യം വന്നിരിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വിളിച്ചു നോക്കിയപ്പോൾ നമ്മൾ അവരോട് മോശമായി സംസാരിക്കും. പിന്നീട് നമുക്ക് പശ്ചാത്താപം ഉണ്ടാവും. കുറച്ചു നേരം, അതുകൊണ്ട് തിങ്ക് 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 എന്ന് പറയുന്നതിന്റെ കാരണം അവിടെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു കുറച്ചു നേരം. കാരണം ഇപ്പൊ നമ്മൾ ആ ദേഷ്യം വന്ന ഉടനെ പ്രതികരിക്കുന്നതല്ല കുറച്ച് കഴിഞ്ഞാൽ പ്രതികരിക്കുക. അതിപ്പോൾ ആരോടാണെങ്കിൽ പലപ്പോഴും മൊബൈലിൽ ഇങ്ങനെ ഈ പ്രതികരിക്കാനൊക്കെ തോന്നുമ്പോൾ പഴമക്കാരൻ പറയാറുണ്ട്, ഇത് ആർച്ചീവിലിടുക ആ ഗ്രൂപ്പൊക്കെ, അതിൽ പോയിട്ട് വലിയ പ്രതികരണങ്ങൾ ചെയ്യരുത്, മാറ്റി നിർത്താൻ പറയാറുണ്ട്. ആദ്യം മനസ്സിലാവില്ല ഇത് എന്താന്ന്. ഒരു പക്വതയായി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ രീതിയിലാണ് സ്നേഹവും സഹിഷ്ണുതയും നമ്മുടെ മാർഗമായി മാറുമ്പോൾ പാരമ്പര്യങ്ങൾ അനുസരിച്ച് എവിടെയും പ്രതികരിക്കാന്ന് പറഞ്ഞിട്ട് ആരോടും എന്തു സംസാരിക്കാത്തത് ഒരു കുഴപ്പമില്ല. പക്ഷെ ആ സംസാരിക്കുന്നതിന് മുന്നേ എൻ്റെ മാനസിക സ്ഥിതി നന്നായിരിക്കണം. അതല്ലെങ്കിലാണ് ഈ ദേഷ്യം വരുമ്പോൾ പറയുന്ന വാക്കുകളൊക്കെ വല്ലാത്ത ഇടറുക, വിറയ്ക്കുക, വൈകാരികമായിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ മുഴുവൻ തെറ്റായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അപ്പോൾ സ്റ്റെബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ, ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ജീവിതത്തിൽ, അതാണ് 11ാമത്തെ പടിയുടെ പരിശീലനം ഉണ്ടായവർക്ക്. അവരുടെ മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകളെ മാറ്റി നിർത്തി ഒരു ശാന്തത ഉണ്ടാക്കി, സമാധാനമുണ്ടായി. അതെന്തിനാണ്? ആ ഊർജത്തെ ജീവിതത്തിലെ ഓരോ ഭാഗങ്ങളിലും, ഒരു ദിവസത്തെ പരിപാടിയിൽ ബാക്കിയുള്ള ദിവസം നമ്മൾ പറഞ്ഞു ഒരു ദിവസത്തെ പരിപാടിയെ കുറിച്ച് ചിന്തിക്കാം, ഇന്നത്തെ ഒരു ദിവസത്തെ പരിപാടി നമുക്ക് പ്ലാൻ ചെയ്യാം. ഇതാണ് 11ാം പടിയുടെ ധ്യാനമൊക്കെ. അതിന് വേണ്ട ശക്തി, സ്വാർത്ഥതയിൽ നിന്ന് മുക്തമാകാൻ, പെട്ടെന്നുണ്ടാകുന്ന വികാര വിക്ഷോഭങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ, മറ്റുള്ളവരെ പരിഗണിക്കാൻ, ആ 3ാമത്തെ പടിയിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും, ഇതാണ് പരിശീലനം. അത് വല്ലാത്ത ശാന്തത ഉണ്ടാവും, ഊർജം ഉണ്ടാവും. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് ഇന്ന ദിവസങ്ങളൊന്നും വേണ്ട. എല്ലാ ദിവസത്തെയും നമുക്ക് പണികളുടെ തിരക്കുകളും പണി തിരക്കൊഴിഞ്ഞ് അവധികൾ എൻജോയ് ചെയ്യാൻ നിൽക്കില്ല. കാരണം പണികൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിയാലാണ് അവധികൾ മനോഹരമായിരിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവുണ്ട്. അവധികൾ എൻജോയ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഊർജത്തെ വിനിയോഗിക്കണം എന്നുണ്ടെങ്കിൽ പണിയെടുക്കാൻ താല്പര്യമുണ്ടാകണം. അവധിക്ക് വേണ്ടി ആകരുത് പണിയെടുക്കേണ്ടത് എന്നുള്ള ബോധ്യം. ഞാൻ പണിയെടുക്കുന്ന സ്ഥലത്ത് ഊർജം ഉണ്ടാക്കാനാണ് എനിക്ക് അവധി എന്നുള്ളതാണ് ഇന്ന്. ആ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ പ്രോഗ്രാമിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അവർക്കും ആ രീതിയിൽ പ്രോഗ്രാമിലൂടെ മാറ്റം ഉണ്ടാവുന്നു. ഇപ്പോ കൃത്യമായി 11ാമത്തെ പടി പോലും അവർക്ക് ആഗ്നോസ്റ്റിക്കായ അവർക്കത് പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നു. അപ്പൊ ശരിക്കുള്ള സ്വഭാവം മനസ്സിലാക്കുന്നു. ബിഗ് ബുക്കിൽ പറയുന്ന ആ വലിയ സത്യം ഇതാണ്. ഇതിന് പേരോ അടയാളമോ അർത്ഥമോ അവരെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിലെ മാറ്റമാണത്. അതെൻ്റെ ജീവിതത്തിൽ ഞാനും മറ്റുള്ള ആളുകളൊക്കെ അനുഭവിക്കുന്നുണ്ടായിരിക്കാം. എനിക്കെന്തായാലും മാറ്റമുണ്ട്. ആ ഒരു മാറ്റത്തിന് പ്രത്യേക പേര് വിളിക്കാനോ ദൈവം എന്ന് വിളിക്കാനോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ എൻ്റെ വലിയ ശക്തിയെ കണ്ടെത്തി എന്ന് അവർ പറയുന്നത്. അപ്പൊ അത് അവരുടെ ആ വലിയ ശക്തിയാണ്. അത് പ്രവർത്തിക്കുന്ന ഒരു വലിയ ശക്തിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ ഏതാണെങ്കിലും അത് പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇനി പ്രപഞ്ചമാണ് എൻ്റെ വലിയ ശക്തി, ദ യൂണിവേഴ്സ് ഈസ് മൈ ഹയർ പവർ എന്ന് പറയുന്ന ഒരു ഷെയറിംഗ് ആണ്. എൻ്റെ പേര് ജോൺ. ഞാൻ മദ്യാസക്തനായ ഒരു നിരീശ്വരവാദിയാണ്. ഞാനൊരു മദ്യവിമോചന കേന്ദ്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് പോയി. അവിടെ സെറനിറ്റി പ്രയറിനോടൊപ്പം ദൈവം എന്ന നാമം വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. മീറ്റിങ്ങുകളിൽ ഈ ഒരു പ്രാർത്ഥനയാണ് ചെല്ലുന്നത് എന്നറിഞ്ഞപ്പോൾ എൻ്റെ കണ്ണും മനസ്സും ചെവിയും എക്കെതിരെയായി അടച്ചു കളഞ്ഞു. ധാരാളം മീറ്റിങ്ങിൽ പങ്കെടുത്തെങ്കിൽ കൂടി അവിടെ നടന്ന ഒരു കാര്യവും എൻ്റെ മനസ്സിൽ പതിഞ്ഞില്ല. 12 പടികൾ പോലും.
ഞാനിന്ന് നമ്മുടെ ഒരു സുഹൃത്തുമായിട്ട് ഇങ്ങനെ അദ്ദേഹം ഒരു സംശയം അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സെമിറ്റിക് മതമായിട്ടുള്ള പ്രാർത്ഥന പോലെ തോന്നുന്നു നമ്മുടെ സെറനിറ്റി പ്രയർ എന്നുള്ള തോന്നുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഉரிய പഠനങ്ങളും വേറൊരു സുഹൃത്ത് എനിക്കത് നമ്മുടെ വേദങ്ങളിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അയച്ചു തന്നു. അപ്പൊ അദ്ദേഹം വിശ്വാസിയാണോ ആണെങ്കിൽ അദ്ദേഹത്തിന് അത് എടുക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ അയച്ചു കൊടുത്തു. കാരണം യഥാർത്ഥത്തിൽ എല്ലാവർക്കും പ്രവർത്തിക്കുന്ന ഒന്നായിട്ട് സെറനിറ്റി പ്രയറിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അപ്പൊ അതില് ജോൺ എന്ന് പറയുന്ന നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരീശ്വരവാദിയാണ്. അദ്ദേഹത്തിന് ആ പെട്ടെന്ന് കേട്ടപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പരിചയമില്ലെങ്കിലും ഈ പ്രാർത്ഥന പല ആളുകൾക്കും അറിയാം. ഇദ്ദേഹം ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിട്ടുള്ള ആളാണ്, ഹിബ്രു അമേരിക്കൻ ദൈവശാസ്ത്രജ്ഞനാണ്. കാരണം എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന കാലത്ത് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ മാനേജറുടെ പ്രൊഫൈൽ പിക്ചറിൽ സെറനിറ്റി പ്രയർ കണ്ടിട്ട് ഞാൻ അയാളോട് നിങ്ങൾ മെമ്പറാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് പല ആളുകൾ ഉപയോഗിക്കുന്നൊക്കെ ഉള്ളത് പിന്നീട് എനിക്ക് മനസ്സിലായത്. അന്ന് എനിക്ക് അറിയാതെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാൻ അയാളോട് പോയി ചോദിച്ചിട്ടുണ്ട് അയാളുടെ ഇതിൽ കണ്ടിട്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സെറനിറ്റി പ്രയർ ഉപയോഗിക്കുന്ന ആളുകൾ വേറെയും പലരും ഉണ്ട്. അപ്പോൾ അവിടെ ദൈവം എന്ന് എഴുതിയത് കണ്ടു. എയിൽ ചെല്ലുന്നത് വലിയ അക്ഷരത്തിൽ സെറനിറ്റി പ്രയറിൽ ഗോഡ് എന്ന പദം എഴുതി. അപ്പൊ അത് ആദ്യമേ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, നമുക്കൊരു അവജ്ഞ ഉണ്ടായി കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു, നമ്മുടെ അവിടെ അടഞ്ഞു. ഓരോ മനുഷ്യരുമായിട്ടൊക്കെ നമുക്ക് ചില വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതിന്റെ കാരണം ഒരാശയം നമ്മൾ കേൾക്കുമ്പോൾ അത് പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമല്ലാത്തൊരു ആശയം ഒരാളിൽ നിന്ന് കേട്ടാൽ പിന്നെ നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. ഈ ജോണിനും അതാ പറ്റിയത്. അദ്ദേഹം നിരീശ്വരവാദി ആയതുകൊണ്ട് തന്നെ സെറനിറ്റി പ്രയറിലെ ദൈവം എന്ന പദം കണ്ടോടുകൂടി അദ്ദേഹത്തിന്റെ മനസ്സെല്ലാം അടച്ചു കഴിഞ്ഞു. ഉടായ്പാണെന്നുള്ള രീതിയിലാണ്. അതിന്റെ ഇടയിൽ പറയുന്ന ആളുകളുടെ ഷെയറിങ്ങും കേട്ടു. അപ്പൊ 12 പടികളൊക്കെ പറഞ്ഞിട്ട് ഇതൊന്നും ആൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും മേലെത്തിയപ്പോൾ ഞാൻ ഇരിക്കുന്ന മുറിയെ എന്നെക്കാളെ വലിയ ശക്തിയായി കണക്കാക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കാരണം മതപരമായ ഒരു ബിംബത്തിലും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. 3-ാം പടിയിൽ പറയുന്ന പ്രാർത്ഥനയുടെ കാര്യം വന്നപ്പോൾ വീണ്ടും ഞാൻ എതിർക്കാൻ തുടങ്ങി. മിക്കവാറും അതിലുപയോഗിച്ചിരുന്ന ദീസ് എന്ന പഴയ ഇംഗ്ലീഷ് വാക്കുകൾ എനിക്ക് അരോചകമായി തോന്നി. ഞാൻ ചിന്തിച്ചു, 1939 ഉണ്ടാക്കിയ ഒരു പ്രാർത്ഥനയിൽ എങ്ങനെയാണ് ഈ പദങ്ങൾ ഉപയോഗിക്കാനാവുക? വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഈ പദങ്ങൾ ഞാൻ നിർബന്ധമായും ഉപയോഗിക്കണമെന്നില്ല. എൻ്റെ അടച്ച മനസ്സിന്റെ പ്രതികരണമായിരുന്നു ഇതെല്ലാം. ഉണ്ടല്ലേ? അദ്ദേഹം വീണ്ടും വർഷങ്ങൾക്ക് ശേഷം മേലെത്തുക എന്നത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമാണ്. വീണ്ടും മദ്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പിന്നെ വേറെ വഴി ഉണ്ടാവില്ലല്ലോ. നമ്മൾ ചില ആശയങ്ങൾ അടച്ചു വെക്കുമ്പോൾ നമ്മൾ പറയില്ല, ഒറ്റയ്ക്കൊക്കെ നോക്കാമെന്ന് പറഞ്ഞ് പല ആളുകളും തർക്കിക്കാറുള്ളപ്പോൾ അവര് വിട്ടുകൊടുക്കാൻ പറയാറുണ്ട്. ചില ആളുകൾക്ക് എത്താം, ചിലത് എത്താതിരിക്കാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അത്തരത്തിലേക്കുള്ള ഒരാള് അദ്ദേഹം വീണ്ടും മേല് വരുന്നു, നിവൃത്തിയില്ലാത്തതുകൊണ്ട് വരികയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ വിഷമം പഴമക്കാർക്ക് അറിയാലോ. അപ്പൊ പഴമക്കാർ അദ്ദേഹത്തോട് പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, താൻ ഈ ഏഴിലെ ആളുകളുടെ മുറീനെ താൻ കാണുക, അത് ഭൗതികമായിട്ടുള്ള ഒന്നാണല്ലോ, തനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് വെച്ചു. അപ്പൊ മതപരമായ കാര്യങ്ങളിലല്ലേ തനിക്ക് വിരോധമുള്ളൂ, താൻ ഇതിൽ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പക്ഷെ അപ്പൊ അവിടെ 3-ാം പടി കടന്നു വരികയാണല്ലോ. ദൈവമേ അങ്ങയുടെ അങ്ങയുടെ എന്ന് പറയുന്നില്ല, അവിടുത്തെ എന്ന് പറയുന്ന ആ സാധനം പഴയ കാലത്ത് വരുന്ന ഇംഗ്ലീഷ് പദമാണ് തൈസ് എന്ന് പറയുന്ന ഒരു സാധനം, തീസ് എന്ന ഇംഗ്ലീഷ് പദം. അപ്പോ എങ്ങനെയാണ് ഈ പദങ്ങൾ 39 ഇത് ഉപയോഗിക്കാൻ പറ്റുക എന്ന് അദ്ദേഹം തർക്കിക്കുന്നു. അവിടുത്തെ ഇംഗിതം വരട്ടെ എന്നൊക്കെ 3-ാം പടിയിൽ പറയണതിന്റെ കാരണം എന്താ ദൈവത്തിന്റെ ഇംഗിതം? അപ്പൊ നമുക്ക് തർക്കിക്കാനാണെങ്കിൽ ഇങ്ങനെ പല ആശയങ്ങളും നമുക്ക് എടുക്കാമല്ലോ. നമ്മൾ നോക്കിയിട്ടില്ലേ, നമ്മൾ ഓരോ ആളുകൾക്കും അവരവരുടേതായ രീതിയിൽ ആശയങ്ങളൊക്കെ കിട്ടുന്നു പറയും. ഇപ്പൊ ഇത് തർക്കിക്കാനായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുസ്തകത്തിലെ ആശയങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് യഥാർത്ഥത്തില് ആൽക്കഹോളിക്സ് അനോണിമസിൽ അങ്ങനത്തെ രീതികളൊന്നുമില്ല. നമുക്ക് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സെമിറ്റിക് രീതികളും അല്ലെങ്കിൽ സംഘടനകളിലൊക്കെ പ്രവർത്തിച്ച് നമുക്ക് ഇങ്ങനെ കിതാബുകൾ ഭയങ്കര സംഭവമായിട്ട് മാറും. അപ്പൊ നമ്മളും ബിഗ് ബുക്കിനെയൊക്കെ അങ്ങനെ കണ്ടിട്ട് ബിഗ് ബുക്കിൽ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് വേറെ അംഗങ്ങളുമായിട്ട് തർക്കിക്കാനൊക്കെ വരുന്നതിന്റെ കാരണം യഥാർത്ഥത്തിൽ ഇതൊക്കെ വ്യക്തിപരമായ ഉപയോഗത്തിന് അവിടെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഈ ബുക്കിൽ പറഞ്ഞ ആശയം പറഞ്ഞ തർക്കമൊന്നുമില്ല. നമ്മൾ ഓരോ മനുഷ്യർക്കും ചെയ്യാം. അത് പൊതുവായ എല്ലാവരും അടിച്ചേൽപ്പിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. അല്ലെങ്കിൽ തെറ്റായ സന്ദേശം കൊടുക്കുമ്പോൾ, തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഒക്കെ നമ്മൾ തെറ്റാണെന്ന് പറയും. അതും എങ്ങനെയാണ്, അയാൾക്ക് ഇങ്ങനെ ചെയ്യാം, അയാൾക്ക് വ്യക്തിപരമായിട്ട് എന്തും ചെയ്യാമെന്ന്. പക്ഷെ അത് പൊതുവായി നമ്മൾ നിൽക്കുന്നത് എയുടെ രീതിയിലായതുകൊണ്ടാണ് അത് പറയുന്നത്. വ്യക്തിപരമായിട്ട് അയാള് അത് എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമേ അല്ല. അത് അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങനെ പാടൂ, പുസ്തകത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു 7 അംഗം ഇങ്ങനെ പോവാന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ്. നമ്മളിങ്ങനെ അച്ചിലിട്ടിട്ട് പുതിയ ആളുകളെ ഉണ്ടാക്കിയിട്ട് എല്ലാ 7 അംഗത്തിനെയും ഒരേപോലെ
പ്രൊക്ടോസിന്റെ കട്ടിലിൽ കടത്തണ പോലെയല്ല നമ്മുടെ പരിപാടി. ഓരോ മനുഷ്യരും അവനവനിണങ്ങിയ ചെരുപ്പുകൾ ഇട്ടിട്ട് പോവുക. വേറുള്ളവന്റെ പാകാവാത്ത ചെരുപ്പ് ഇട്ടിട്ട് വീഴാൻ പോകേണ്ട യാതൊരു കാര്യമില്ല. പറ്റിയ ചെരുപ്പിട്ടാൽ മതി. യാതൊരു കാര്യം. എന്താണ് പ്രധാനം എന്നുള്ളത്? മദ്യരഹിതമായിരിക്കണം, സന്തോഷവും സമാധാനവും ഉണ്ടാവണം, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കാൻ പറ്റുമോ നോക്കണം. അതാണ് പ്രധാനം. വീണ്ടും മദ്യത്തിലേക്ക് പോകുന്ന കാരണങ്ങളെ കണ്ടെത്തണം. ഏറ്റവും പ്രധാനമാണ്. അതിനാണ് നമ്മൾ ഈ കടന്ന് പാടുപെടുന്നൊക്കെ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ അടഞ്ഞ മനസ്ഥിതിയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. എല്ലാത്തിനും എതിരെ നമ്മൾ പറയും. ഈ അവജ്ഞനെ കുറിച്ച് നമ്മുടെ ഇതിൽ പറയാറുണ്ട്. നമുക്ക് അന്വേഷണത്തിന് അതീതമായ അവജ്ഞ എന്ന് പറയുന്ന ഒരു പദം. ഇന്നിപ്പോൾ നമ്മുടെ ഒരു പഴമക്കാരനോട് ആ ഒരു ആശയം ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് എല്ലായ്പ്പോഴും തുടക്കത്തിലും അല്ലെങ്കിൽ പല രീതിയിൽ ഈ ഒരു ആശയം കടന്നു വരും. അത് ദൈവത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എയുടെ കീഴ്പ്പെടുന്ന കാര്യം, അനിയന്ത്രിതമായ ജീവിതം, ഇതിലൊക്കെ നമുക്ക് ഈ ആശയങ്ങൾ കടന്നു വരാറുണ്ട്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിൽ പറയും കണ്ടംപ്റ്റ് പ്രിയർ ടു ഇൻവെസ്റ്റിഗേഷൻ, അന്വേഷണത്തിന് അതീതമായിട്ടുള്ള ഒരു എതിർപ്പ്. അവിടെയാണ് ഈ ഓപ്പൺ മൈൻഡിന്റെ ഒക്കെ പ്രാധാന്യം എയുടെ പ്രോഗ്രാം പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന ജോൺ എന്ന് പറയുന്ന അംഗത്തിന് ഈ മൂന്നാമത്തെ പടിയൊന്നും മനസ്സിലാവാതിരിക്കുന്നത്. മൂന്നാമത്തെ പടിയൊക്കെ നമ്മൾ പലപ്പോഴും അതുകൊണ്ടാണ് ഞാനൊക്കെ ഈ ആദ്യകാലത്ത് ഈ തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു. അതൊന്നൊക്കെ മാറി നിൽക്കാനുള്ള കാരണം മൂന്നാമത്തെ പടിയിൽ ടേൺ ചെയ്തു. പലപ്പോഴും ഈ പടിയുടെ ആശയത്തില് ഇപ്പൊ അടുത്തൊരു തർക്കം വന്നപ്പോൾ ഒരു പഴമക്കാരൻ ഈ സെമി കോളം, അതേപോലെ ഒരു ലേഖനം തന്നെ ഉണ്ട് എയുടെ ഒന്നാമത്തെ പടിയെ കുറിച്ച് ഒരു ലേഖനം ഉണ്ട്. അപ്പൊ ഞാനതൊരു പഴമക്കാരന് ഇങ്ങനെ അയച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ അനിയന്ത്രിതമായ അവസ്ഥ എന്നത് അമേരിക്കയിൽ ഇങ്ങനെ എഴുതി പറഞ്ഞ ഒരു അമേരിക്കക്കാരൻ. അപ്പൊ എന്നോട് ചോദിച്ചു, ഇപ്പൊ തനിക്കിപ്പോ എന്താ തോന്നുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കുടിയുടെ മുന്നേ അനിയന്ത്രിത. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളിത് തർക്കിക്കേണ്ട കാര്യമുണ്ടോ? ആ ഒരു ട്രീയോ ഒക്കെ ഉണ്ട് നമ്മുടെ അൺമാനേജബിലിറ്റിയുടെ. അപ്പൊ ഇത് സത്യത്തില് നമുക്കിത് പറ്റുമോ എന്നല്ലാണ്ട് ഇപ്പൊ മൂന്നാമത്തെ പടിയിൽ നമ്മൾ ടേൺ ദ ബിൽ എന്നൊക്കെ പറയുന്ന ആശയം, അത് ദൈവത്തിലേക്ക് തിരിച്ചു വിട്ടോ, ദൈവത്തിന് കൊടുത്തോ, ഇത്രയൊന്നും ഇതില്ല. കുറെ തർജ്ജമയിൽ കുറെ പ്രശ്നമുണ്ട്. മൂലമായ ആശയങ്ങളുള്ളപ്പോൾ നമ്മളത് പറയുക. ഏതാണെങ്കിലും ആശയം എന്താന്ന് മൂന്നാം പടിയുടെ ബാക്കി ഭാഗത്തിൽ പറയാറുണ്ട്. നമ്മുടെ ആളുകളിൽ നിർത്തുക. ജീവിതത്തിന്റെ എല്ലാ കാര്യവും നമ്മൾ വിചാരിച്ച പോലെ നടക്കണം എന്നുള്ള കാര്യങ്ങൾ മാറ്റുക. ഇതാണ് അടിസ്ഥാനപരമായ ആശയം. അതൊന്ന് മാറാതിരിക്കുക എന്നുള്ളതാണ്. അത് മനസ്സിലാക്കിയാൽ തന്നെ തർക്കിക്കുന്ന സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ള ആശയം കൃത്യമായി മനസ്സിലാക്കണം. അവിടെ നമുക്കിത് പ്രവർത്തിക്കാനായിട്ട് പറ്റണം. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ പദത്തിന്റെ പേരിലൊക്കെ തർക്കിച്ച് അദ്ദേഹം വിചാരിച്ച പോലെ പദങ്ങൾ മാറ്റണം എന്നതിന് പകരം എങ്ങനെയാണ് എയിൽ പറഞ്ഞത് ആ രീതിയിൽ അദ്ദേഹം ചില മാറ്റങ്ങൾ വരുത്തി അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റും. ഈ ആശയം ഒന്നാണ്. അതാണ് ഇതിന്റെ രസം. ദൈവവിശ്വാസിക്കും വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്കും മൂന്നാമത്തെ പടി ഒന്നാണെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. അതിന്റെ റിസൾട്ട് ആസ് ഇറ്റ് ഈസ് ആക്സെപ്റ്റൻസിന് തയ്യാറാവുക എന്നുള്ളതാണ്. കീഴ്പ്പെടാവുന്നതിന്റെ ഭാഗമായിട്ട് ഞാനല്ല, എനിക്ക് പല കാര്യങ്ങളും കുഴപ്പമുണ്ട്, എന്തുകൊണ്ട് നമുക്കങ്ങനെ പല കാര്യങ്ങളും ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നില്ല, വിചാരിച്ച പോലെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാരണം അന്വേഷിക്കില്ല നാലാം പടി. അപ്പൊ അതിന് തയ്യാറാകുന്ന ഒന്നാണ് മൂന്നാം പടി. നമ്മൾ പറയും അതിന് വേണ്ട സന്നദ്ധയുടെ കഥക് തുറക്കുന്ന പരിപാടിയാണെന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിന് മനസ്സിലായി ഇത് അടഞ്ഞ മനസ്സാണ് അദ്ദേഹത്തിന്റെ, ബാക്കിയെല്ലാം എനിക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളത്. മദ്യാസക്തിയിൽ നിന്ന് മാറുന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച നല്ല കാര്യങ്ങളെ പറ്റി ചിന്തിക്കാൻ എൻ്റെ സ്പോൺസർ എന്നോട് പറഞ്ഞു. ഒരുപക്ഷെ അവ മൂലം ഞാൻ സ്നേഹനിധിയായ ദൈവത്തെ കണ്ടെത്തുമെന്ന് കരുതിയാകാം അപ്രകാരം പറഞ്ഞത്. പക്ഷേ ആ നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല കാര്യങ്ങളായിരുന്നു. പക്ഷെ ആ വലിയ ശക്തിയെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്തു. അത് മതപരമൊന്നുമല്ല, മഹത്തായ പ്രപഞ്ചത്തെയും അതിൽ ഞാനെന്ന ചെറിയ വ്യക്തിയെയും കണ്ടെത്തി. എനിക്കത് മതിയായിരുന്നു. അപ്പൊ അദ്ദേഹം വളരെ രസകരമായിട്ട് പ്രപഞ്ചമാണ് ആ വലിയ ശക്തി എന്ന ആശയത്തിൽ അദ്ദേഹത്തിൽ കടന്നു വരുന്നു. അദ്ദേഹം അംഗീകരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് പ്രധാനമായിട്ട് ഒരു മാറ്റമൊന്നും അദ്ദേഹം വരുത്തിയില്ല. ആ പ്രപഞ്ചം, അതിൽ ഞാൻ വളരെ ചെറിയൊരാളാണ്, മൂന്നാമത്തെ പടിയൊക്കെ ചെയ്യാനായിട്ട് ഈ പറയുന്ന ആശയം മതി, ഞാൻ എൻ്റെ ആ ഒരു അഹങ്കാരത്തെ ഒന്ന് ചുരുക്കിയാൽ മതി എന്നുള്ള ആശയം അദ്ദേഹത്തിന് കടന്നു വന്നപ്പോൾ വളരെ രസകരമായിട്ട് അദ്ദേഹത്തിന് മൂന്നാമത്തെ പടിയിലൂടെ കടന്നു പോകാനായിട്ട് പറ്റി എന്ന് പറയുകയാണ്. പ്രപഞ്ചത്തെ വലിയ ശക്തിയായി അംഗീകരിച്ചുകൊണ്ട് ഞാൻ 12 പടികളും പരിശീലിക്കാൻ തുടങ്ങി. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഏതെങ്കിലും ഒക്കെ ഒരു മതത്തിലുള്ള ഈശ്വരനോടല്ല. എൻ്റെ പ്രശ്നങ്ങളെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ ഒരു നിമിഷം സമാധാനമായി ശാന്തമായിരിക്കുന്നതിനെ ഞാൻ പ്രാർത്ഥന എന്ന് വിളിക്കുന്നു. അപ്പൊ പ്രാർത്ഥനയെ കണ്ടില്ലേ, വളരെ രസകരമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ആശയം കണ്ടെത്തി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ട് എടുക്കേണ്ടത്. അദ്ദേഹത്തിന് ശാന്തമായിട്ട് ഇരിക്കാനായി പറ്റി.
മറ്റുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ ഈ പ്രപഞ്ചത്തിൽ വളരെ നിസ്സാര പ്രശ്നമായിട്ട് മാറുന്നു. നമ്മൾ പറയാറില്ല, നമ്മളെ മീറ്റിങ്ങിൽ കിട്ടുന്ന സുഖം നമ്മൾ അപ്പുറത്ത് കറണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്കല്ല ഈ പ്രശ്നം അനുഭവിക്കുന്ന, വേറെ എന്നെക്കാളൊക്കെ പ്രശ്നം അനുഭവിക്കുന്ന മറ്റു മനുഷ്യരുമുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് തന്നെ അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാനായിട്ട് പറ്റി എന്ന് പറയുകയാണ്. മറ്റുള്ളവർ ഇപ്പോഴും വലിയ ശക്തിയായി ഈശ്വരനെ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. എൻ്റെ സ്പോൺസർ ഇത് തന്നെ പറയാറുണ്ട്, ഞാൻ 100% ഞാൻ കണ്ടെത്തിയ വലിയ ശക്തിയിൽ സംതൃപ്തനാണ്. എൻ്റെ ജീവിതം ബിൽ ഡബ്ല്യു ബോബ് എന്നിവരോട് കടപ്പാട്ടിരിക്കുന്നു. ഞാൻ ജിമ്മി ബിയോടും നന്ദിയുള്ളവനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ജിമ്മിയുടെ, നമുക്കറിയാം, പഴമക്കാരനെ സ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാംപ്ലെറ്റ് തുടങ്ങിയത് തന്നെ. അദ്ദേഹം വളരെ 37 വർഷത്തോളം സോബറായി നിന്നു. വലിയ സംഭാവനകളൊക്കെ ചെയ്താണ് ബില്ലിൻ്റെയൊക്കെ ഒപ്പം ശക്തമായ രീതിയിൽ തന്നെ അയാളുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നതാണ് ജിമ്മി ബി. അപ്പൊ അവരോടുള്ള നന്ദി. ആഗ്നോസ് ആർട്ടിസ്റ്റായിട്ട് തന്നെ സോബറായി മരണപ്പെട്ട ഒരാളാണ്. മദ്യപിച്ചിട്ട് വർഷങ്ങളാകുന്നു. വളരെ സന്തോഷത്തോടെ ഞാൻ സംതൃപ്തനായി ജീവിക്കുന്നു. ഇതിനെല്ലാം ഞാൻ കൂട്ടായ്മയോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് പറയാം. ഇനി ജോണിയുടെ കഥ. നിരീശ്വരവാദിയായ ഒരു മദ്യാസക്ത രോഗിയാണ് ഞാൻ. എന്നെ പോലെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത്. ഇപ്പോൾ ഉന്നത ശക്തിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിരീശ്വരവാദികൾക്കും ആജ്ഞേയവാദികൾക്കും വേണ്ടിയാണത്. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ മിക്കവാറും നിരീശ്വരവാദി ആയിട്ട് തന്നെ ആയിരിക്കും എൻ്റെ മരണവും. മറ്റുള്ളവർ അവരുടെ ജീവിതഭാരം ഇറക്കി വെക്കുന്നതിന് ഉന്നത ശക്തിയെ ആശ്രയിക്കുന്നതിനെ ഞാൻ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ എന്നെയും എൻ്റെ വിശ്വാസത്തെയും മറ്റുള്ളവരും അംഗീകരിക്കണം. ഞങ്ങളിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം നിരീശ്വരവാദം വളരെ സത്യസന്ധമായ കാര്യമാണ് എന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ ഞങ്ങൾ കൂടുതൽ വിശാല മനസ്കരാണ്. അതാണ് എൻ്റെ വിശ്വാസം. ഞാൻ വളരെയധികം മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുന്നു. എല്ലാത്തിനും ഒരു കാര്യം എടുത്തു പറയുന്നതായിട്ട് കാണുന്നു. മദ്യാസക്തിയിൽ നിന്ന് തിരികെ വന്നവർ ജീവിതമേൽ കണ്ടെത്തിയിരിക്കുന്നു. ഇപ്രകാരമുള്ളവരുടെ ജീവിതത്തിലെല്ലാം സംഘർഷാവസ്ഥയ്ക്ക് ശേഷം ഒരു കീഴടങ്ങലും അംഗീകരിക്കലും കാണുന്നു. ഇപ്പൊ കണ്ടില്ലേ, അദ്ദേഹം പറയുന്നത് ഒരു വലിയ ശക്തി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ ഞാൻ ഈ ഒരു നിമിഷത്തിൽ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ നിരീശ്വരവാദിയായിട്ട് തന്നെ മരിക്കും. അപ്പോ എൻ്റെ ജീവിതഭാരം ഇറക്കി വെക്കുന്നതിനായിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക ശക്തിയുടെ ആവശ്യമൊന്നുമില്ല. പക്ഷെ മറ്റൊരാൾക്കാർ അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയ ശക്തിയെ കണ്ടെത്തുന്നതിന് ഞാനെതിരല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ മറ്റുള്ളവരെ അംഗീകരിക്കുന്ന പോലെ എന്നെ അംഗീകരിക്കണം. എനിക്കിതിനുള്ള സ്വാതന്ത്ര്യം തരണം. ഇതിലേക്ക് ആരും കൈ കടത്തരുത്. നമ്മൾ പറയാറില്ലേ, ചില ആളുകളെ നിങ്ങൾ ഇതിലേക്ക് എത്തും എന്ന് നിർബന്ധപൂർവ്വം പറയരുത് എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. നിരീശ്വരവാദികളെ കുറിച്ച് അറിയാത്തതുകൊണ്ടും നമുക്കത് അനുഭവമില്ലല്ലോ അത്തരം ഒരു ആശയം. അവർ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ഈ ബിഗ് ബുക്കിലെ 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ പോലെ സ്വന്തം ജീവിതത്തിലെ ചില കാര്യങ്ങളെ കൊണ്ട് മാറിയ ആളുകളല്ല എത്തിസ്റ്റുകൾ. അത് നമുക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അപ്പൊ അത്തരം ആളുകളെ മാറ്റാനും പറ്റില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുകയാണ്, എൻ്റെ വിശ്വാസത്തെ മറ്റുള്ളവർ അംഗീകരിക്കണം. എനിക്കിതിൽ നിരീശ്വരവാദിയായിട്ട് തുടരാൻ നിങ്ങൾ അംഗീകരിക്കണം. നിങ്ങളുടെ ദൈവവിശ്വാസത്തെ ഞാൻ അംഗീകരിക്കുന്നു. പ്രാഥമിക ഉദ്ദേശത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഞങ്ങൾ ചിലരെ സംബന്ധിച്ചിടത്തോളം നിരീശ്വരവാദം ഞങ്ങൾ സത്യസന്ധമായിട്ടുള്ള, ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞങ്ങൾ കരുതുന്നുണ്ട്. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിൽ നമ്മുടെ വിശാല മനസ്കതയാണ് നമ്മുടെ ഏറ്റവും പ്രധാനം. മദ്യാസക്തിയിൽ നിന്നും തിരികെ വന്നവര് നമ്മുടെ ജീവിതം കണ്ടെത്തി. അതാണ് പ്രധാനം. അതാണ് നമ്മൾ ഒരുമിപ്പിക്കുന്ന ഏറ്റവും പ്രധാന കാര്യം. നമ്മൾ എന്താണ് ഒരുമിച്ച് നിൽക്കുന്നത്? നമ്മൾ വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും നമ്മളുടെ ജീവിതം ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ വരുന്നുണ്ട്. അപ്പോ ജീവിതത്തില് ഒരു സംഘർഷാവസ്ഥയ്ക്ക് ശേഷം ഒരു കീഴടങ്ങലും അംഗീകരിക്കലും കാണപ്പെടുന്നു. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, പ്രോഗ്രാമിന്റെ അടിസ്ഥാനപരമായ 12 പടികളുടെ ഒരു മുഖമുദ്രയാണ് കീഴടങ്ങുക. അത് നിരീശ്വരവാദിക്കാണെങ്കിലും വിശ്വാസിക്കാണെങ്കിലും, വിശ്വാസി ഇന്ന് വരെ സഞ്ചരിച്ച മാർഗത്തിൽ കീഴടങ്ങിയിട്ട് കാര്യമില്ല. പ്രോഗ്രാം നമ്മളോട് കീഴടങ്ങാൻ പറയുന്നുണ്ട്. പഴയ ചിന്താഗതിയും പഴയ പ്രവർത്തനങ്ങളും മാറ്റിവെക്കാനാണ് 12 പടികൾ പറയുന്നത്. സ്വാഭാവിക ആഗ്രഹങ്ങളുടെ നേർവിപരീതത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിന്റെ പരിശീലനമാണ് സ്പോൺസറായിട്ട് നടക്കുന്നത്. അല്ലാണ്ട് എന്നും ഒരു സ്പോൺസറുടെ അടിമയായിട്ട് അയാൾ പറയുന്ന തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറയുന്ന പരിപാടിയൊന്നുമല്ല അയാളുടെ സ്പോൺസർഷിപ്പ്. വളരെ കൃത്യമായിട്ട് തന്നെ സ്വന്തം കാലം നിൽക്കുന്ന പരിപാടിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പരിശീലനമാണ്, തലച്ചോറിൽ ഒരു മാറ്റം ഉണ്ടാക്കാനാണ്. അപ്പൊ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആ കീഴടങ്ങലിലൂടെ ഉണ്ടാകുന്ന മാറ്റം അവിടെ അംഗീകരിക്കുക, ഈ രോഗത്തെ അംഗീകരിക്കുക, മറ്റുള്ള മനുഷ്യരെ അംഗീകരിക്കുക എന്നുള്ള മാറ്റം ഉണ്ടായിരുന്നു. എന്നെ പോലെ മനോഭാവമുള്ള ഒരു നിരീശ്വരവാദിയോ ആജ്ഞേയവാദിയോ ആണ് നിങ്ങളെങ്കിൽ മീറ്റിങ്ങുകളിൽ കാണുന്ന പടികളും പാരമ്പര്യങ്ങളും നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കിയേക്കാം. മുറിയിൽ നിന്ന് പുറത്തു പോകാൻ പോലും തോന്നിയേക്കാം.
അപ്പോ എല്ലാവരും എന്നോട് പരമമായ ദൈവത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സൃഷ്ടാവിനെ കുറിച്ചും എല്ലാം സംസാരിക്കുന്നു. ഞാനിപ്പോൾ ഗണിതശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയും. വേദനയോടെ അവരെന്നെ നോക്കുന്നു. ചിലരെങ്കിലും എന്നോട് പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി താങ്കളാണെന്നോ താങ്കളുടെ വിശ്വാസമാണെന്നോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നേരെ വിപരീതമായി ഞാൻ ഏറ്റവും നിസാരനായ ഒരാളാണെന്ന് വിശ്വസിക്കുന്നു എന്ന് പറയും. ഞാനെന്ന വ്യക്തി പ്രപഞ്ചത്തിൽ നിസാരനായി നിൽക്കുന്നു. ശാസ്ത്രജ്ഞൻ വിളിക്കുന്നത് പോലെ ഒരു അണു മാത്രം. ഈ ചിന്ത എന്നെ അതിശയിപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയും എളിമയുള്ളവനാക്കുകയും ചെയ്യുന്നു. എയുടെ ഏറ്റവും കാതലായ ആത്മീയത എളിമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുകയാണ് മറ്റു നിരീശ്വരവാദിയായ അംഗങ്ങളോട്, നിങ്ങൾക്ക് ഈ പടികളും പാരമ്പര്യങ്ങളൊക്കെ നിങ്ങൾ വിചാരിക്കും എന്തോ ദൈവത്തിന്റെ പരിപാടിയാണെന്ന്, തൽക്കാലം അവിടെ നിൽക്കൂ നിങ്ങൾ. അപ്പൊ അവിടെ അദ്ദേഹത്തിന് അനുഭവത്തിൽ ആദ്യകാലത്ത് അംഗങ്ങളൊക്കെ ഒരു പരമമായ ദൈവത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും സൃഷ്ടാവിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഉടനെ ഞാൻ ഗണിതശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവര് വേദനയോടെ വിഷമത്തോടു കൂടി ഈ മനുഷ്യൻ എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞ് നോക്കാറുണ്ട്. പലപ്പോഴും ഈ വിശ്വാസികൾക്ക് പാവം ആത്മാർത്ഥമായിട്ട് സങ്കടമൊക്കെ ഉണ്ടാവും അവിശ്വസിക്കുന്ന ആളുകളെ കാണുമ്പോൾ. അപ്പോൾ അത് ആത്മാർത്ഥമായിട്ടായിരിക്കും, അവർക്കത് ചിന്തിക്കാൻ പറ്റില്ല. അയ്യോ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഒരു നിരീശ്വരവാദിയോട് ഒരു ചോദ്യം ചോദിച്ചു ഒരിക്കലും. അപ്പൊ ഇങ്ങനെ ഒരു കോക്കാച്ചിയായ ദൈവം, ഈ ശിക്ഷ ചെയ്യാൻ ഒരു ദൈവം വേണ്ടേ എന്നൊക്കെ ചിന്തിക്കുന്ന നിഷ്കളങ്കരായ മനുഷ്യരാണ്. എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താൽ പാര ശിക്ഷിക്കുക എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടാവാറുണ്ട് സാധാരണ നിരീശ്വരവാദികളോടൊക്കെ. കോക്കാച്ചി, നമ്മൾ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കാൻ പറയുന്ന പോലെ വേണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അവർ പറയാണ്, അദ്ദേഹം പറയും, നിങ്ങൾ വലിയ വ്യക്തിയാണോ, നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നൊക്കെയുള്ള സിമ്പിൾ ചോദ്യങ്ങളൊക്കെ നിരീശ്വരവാദിയായ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ അത്ര വലിയ വ്യക്തിയൊന്നല്ല, വളരെ നിസാരനാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, കാൾസാഗിന്റെ പ്രപഞ്ച വീക്ഷണം നോക്കിയാൽ മതി, അത്ര നിസാരനാണ് മനുഷ്യൻ, ഒരു അണുവാണ്, വളരെ ചെറുതാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ജീവി വളരെ ചെറുതാണ്. ഇപ്പോ നിസാര ഒരു അണുവാണ്, അണുവിൽ നിന്ന് ഉണ്ടായതാണ്. നമ്മൾ പറയാറുണ്ട് DNA, സമുദ്രത്തിൽ കിടക്കുന്ന DNA എന്നാണ് പ്രപഞ്ചം ഉണ്ടായെന്ന് പറയുന്ന ആ ഒരു ഇതാണ്. അപ്പൊ എളിമയിലേക്ക് വരിക എന്നാണ്. എല്ലാം എന്നെ കൊണ്ട് നടക്കും, ഞാനാരാ മോൻ എന്ന് പറയുന്ന സ്വഭാവമാണ് മധ്യാസക്തന്റെ. അത് വിശ്വാസിക്കുക അവിശ്വാസിക്കൊക്കെ അത് വേണം, കീഴ്പ്പെടണം. അപ്പൊ അദ്ദേഹം പറയണം, ഞാൻ കീഴ്പ്പെടാൻ തയ്യാറാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആത്മീയതയുടെ അടിസ്ഥാനം എളിമയാണ്. വർഷങ്ങൾക്ക് മുൻപേ ഏതൊരു മീറ്റിങ്ങിന് പോയി പുറത്തിറങ്ങി ഞാൻ കുടിച്ച് കൂത്താടി. ഒരു വർഷത്തോളം ആ കുടി തുടർന്നു. അതിഭീകരമായ കുടിയായിരുന്നു. എൻ്റെ മുമ്പത്തെ 9 വർഷത്തെ കുടിയെ കവച്ചു വെക്കുന്ന കുടി. എനിക്ക് ജീവിതം മതിയായി എന്നുള്ളത് പോലെ തന്നെ ജീവിതത്തിന് എന്നെയും മടുത്തു എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ വീണ്ടും ആശ്രയിക്കാൻ തുടങ്ങിയത്. അപ്പോ ആ പുനഃപതനം അദ്ദേഹത്തിന് സംഭവിക്കുന്നു. ഒരു വർഷത്തോളം അതിഭീകരമായ രീതിയിൽ അദ്ദേഹം കുടി ഇതായി. അങ്ങനെയാണ് നെ ആശ്രയിക്കാൻ അദ്ദേഹം തുടങ്ങിയത്. ഞാൻ ആദ്യം ൽ വന്ന ദിവസം ഈശ്വരൻ തന്നെ അധ്യക്ഷനായിരുന്നെങ്കിൽ കൂടി ഞാൻ ൽ തുടർന്നേനെ. ഇന്ന് ഞാൻ ൽ തുടർന്നു. എൻ്റെ കുരങ്ങ് ബുദ്ധി എന്നെ എത്രമാത്രം പ്രലോഭിച്ചാലും ഞാൻ തുടരുക തന്നെ ചെയ്യും. 24 മണിക്കൂർ വീതം എല്ലാ ദിവസവും ഞാൻ ൽ തുടരാൻ ആഗ്രഹിക്കുന്നു. എന്നെ പോലെ ഈശ്വരൻ വിശ്വാസമില്ലാത്ത ആർക്കും ൽ ഇടമുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഈശ്വരവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് ഞാൻ മറ്റുള്ളവരെക്കാൾ കുറവുള്ളവനല്ലെന്നും, ഞാൻ ഒന്നുകിൽ ഈശ്വരനിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം. എന്ത് തന്നെയായാലും സുബോധവാനായിരിക്കാൻ പറ്റുമെന്ന് കരുതുന്നു. ഈശ്വരവിശ്വാസം സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ഒന്നല്ലല്ലോ. നിനക്ക് തീർച്ചയായിട്ടും സുബോധവാനായിരിക്കാൻ സാധിക്കും. ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ൽ നിന്ന് നമുക്ക് കിട്ടുന്ന തിരിച്ചറിവ് നമുക്ക് കുറവുകൾ ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് തെറ്റുകൾ തിരുത്താനാകും, തിരുത്തുകയും വേണം. സുബോധം മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, മറ്റുള്ളവർക്ക് സേവനം ചെയ്യുകയും വേണം. ഞാൻ എവിടെയോ ജീവിച്ചിരിക്കുന്ന പ്രപഞ്ചത്തിൽ ഞാൻ ഏകനല്ല. എൻ്റെ ജീവിത ലക്ഷ്യം കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിൽ മറ്റുള്ള എന്ത് സേവനവും സഹായവും ചെയ്തു കൊടുക്കാം എന്നുള്ളതാണ്. ഈ ചിന്ത എന്നെ സുബോധത്തിൽ നിലനിർത്തുന്നു. ആമേൻ. അദ്ദേഹത്തിന്റെ വളരെ രസകരമായ ഒരു ഷെയറിംഗ് ആണ്, അവസാനത്തെ ഷെയറിംഗ് ആണ് അദ്ദേഹത്തിന്റെ. അദ്ദേഹം എന്താ പറയുക, അദ്ദേഹം അറിയാം, ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് നമ്മൾ പറയാറുണ്ട്, ഒരു ചിമ്പൻസിക്കും ഗോറില്ലയ്ക്കും തമ്മിലുള്ള സാമ്യത്തെക്കാൾ ചിമ്പൻസിക്കും മനുഷ്യരുമായിട്ട് DNA സാമ്യതകൾ ഉണ്ട് എന്നാണ് സയൻസ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ കാര്യത്തിൽ തനിക്ക് രക്ഷയില്ല എന്ന് സമ്മതിച്ചു. ആൽക്കഹോളിക്സ് അനോണിമസ് വേണം. അപ്പോ ഇന്ന് ഈശ്വരവിശ്വാസം ഇല്ലാത്തത് എൻ്റെ ഒരു കുറവൊന്നുമല്ല. കണ്ട ആദ്യകാലത്ത് ഞാനിപ്പോൾ ഇനി എന്താ ചെയ്യുക, അതിന് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടുപോകോ, ഞാൻ ഭാവിയിൽ വിശ്വാസത്തിലെത്തണം. പല ആൾക്കാരും തെറ്റായിട്ട് നമ്മുടെ കൂട്ടായ്മയിൽ പലരും ഞാൻ ആദ്യകാലത്ത് കേട്ടിട്ടുള്ളതാണ്. അതൊക്കെ പതുക്കെ പതുക്കെ വന്നോളൂ. അതെന്തറിയോ, എല്ലാവരും അങ്ങനെ എത്തിയിട്ടില്ല. 4-ാമത്തെ അധ്യായം കൃത്യമായി വായിക്കാത്ത ആളുകൾ
അല്ലെങ്കിൽ അത് തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയ ആളുകൾ പറയും ഈ രണ്ടാമത്തെ പടി എന്ന് പറഞ്ഞാൽ വിശ്വാസിയല്ലാത്ത അത്യസ്റ്റ് വിശ്വാസിയാകുമെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആളുകൾ ഇന്നുണ്ട് നമ്മുടെ കൂട്ടത്തില്. ഒരിക്കലും അങ്ങനെയല്ല അത്. അതെല്ലാം സംഭവിക്കുക നമ്മൾ നമ്മുടെ സംഭവം ശരിയാണെന്ന് കരുതുന്നതുകൊണ്ട് തോന്നുക. നമ്മൾ പറയില്ലേ, നമ്മുടെ ഒട്ടോപ്പിയയിൽ നമുക്ക് തോന്നും നമ്മുടെ വിശ്വാസവും നമ്മുടെ അറിവുകളും ആണ്. ഒന്ന് പുറത്തേക്ക് വിശാലമായി നോക്കിയാൽ ലോകം കാണാൻ പറ്റും നമുക്ക്. നമ്മളിരിക്കുന്ന കിണറ്റിൻ്റെ ഉള്ളിലിരിക്കുന്ന തവളയെ പോലെ ഇരിക്കുമ്പോൾ ആ കുണ്ടൻ കിണർ നമുക്ക് ലോകമാവുകയും ഇത് പ്രപഞ്ചമാണെന്ന് നമ്മൾ കരുതുകയും ഇവിടുത്തെ രാജാവ് നമ്മളാണെന്ന് ധരിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ വിശാലമായ പ്രപഞ്ച സങ്കല്പത്തിൽ മനുഷ്യനെ മനസ്സിലാക്കാനായിട്ട് നിരവധി കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തു തന്നെയാണെങ്കിലും സുബോധവാനായിരിക്കാൻ എങ്ങനെ പറ്റും? ഇത് ഈശ്വരവിശ്വാസം അങ്ങനെ വാങ്ങിക്കാനോ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ഈശ്വരവിശ്വാസി അല്ലാത്ത ഒരാള് വിശ്വാസത്തിലേക്ക് കടന്നു വരികയോ ഒന്നും തന്നെ ചെയ്യില്ല. കാരണം പ്രത്യേകിച്ച് അത്യസ്റ്റ് ആ രീതിയിൽ സയന്റിഫിക് ടെമ്പറിലൂടെ അത്യസ്റ്റ് ആയ ആളുകൾക്ക് തിരിച്ച് ഈശ്വരനിലേക്ക് മടങ്ങാനൊന്നും പറ്റില്ല. അപ്പോൾ അല്ലെങ്കിൽ അവരുടെ തലച്ചോറിന് വല്ല പരിക്കോ ആക്സിഡന്റോ വല്ലതും പറ്റണം, ബോധം ബുദ്ധി പോകണം, അപ്പോൾ ന്യൂറോൺസിന് ഇത് സംഭവിക്കണം. അപ്പൊ എയിൽ നിന്ന് കിട്ടുന്ന അറിവ് എന്താണ്? അവിടെ തെറ്റുകൾ, നമുക്ക് കുറവുകൾ ഉണ്ട് എന്നുള്ള ഒന്നാമത്തെ പടി. നമുക്ക് തെറ്റുകൾ തിരുത്താനാവും. നമ്മുടെ തെറ്റുകൾ തിരുത്തണം. മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവണം. എങ്ങനെ ഉൾക്കൊള്ളുക? അവരായിട്ട് ഉൾക്കൊള്ളുക. അവർ നമ്മുടെ പോലെ ആവുക എന്നുള്ള ആശയം മാറ്റിയാൽ തന്നെ സംഘർഷങ്ങളില്ല. രണ്ടാം പടി രസകരമായിട്ട് രണ്ടാം പടി നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ തർക്കം ഉണ്ടാവില്ല. എനിക്കിപ്പോ ഈശ്വരൻ ഉണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വേറെയുള്ളവരോട് തർക്കിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് എന്റെ വിശ്വാസത്തിൽ എന്തോ കുറവുണ്ട്, അതുകൊണ്ടാണ് വേറൊരാളുടെ ഷെയറിങ്ങിൽ എനിക്ക് കുഴപ്പമുണ്ടാവുന്നതിന്റെ കാരണം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും തെറ്റുകൾ തിരുത്താൻ തയ്യാറാവുക. സുബോധം മാത്രമല്ല ലക്ഷ്യം. മദ്യപിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന നമ്മുടെ പ്രവർത്തികൾ മറ്റുള്ളവരെ എങ്ങനെയാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത്, അവർക്ക് എന്ത് സേവനമാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുക, നമുക്ക് മാറ്റുണ്ടായാലും സേവനം ചെയ്യാൻ പറ്റും. ഞാൻ ജീവിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തില് ഞാൻ ഒറ്റപ്പെട്ടവനൊന്നുമല്ല, മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഞാൻ നിൽക്കണം. എങ്ങനെ മറ്റുള്ളവരുമായി ചേർന്ന് നിന്നുകൊണ്ട് എനിക്ക് പ്രവർത്തിക്കാം. ഞാൻ പറയണം അതാണ് എൻ്റെ ദൈവം എന്ന് പറയുന്ന രീതിയിൽ. അപ്പോൾ ഏതും കാര്യവും ഈ ഒരു പാംലെറ്റിൽ വ്യത്യസ്തമായിട്ടുള്ള നിരവധി പേരെ നമ്മൾ കണ്ടെത്തി അല്ലെങ്കിൽ പറഞ്ഞു. ഇനി നമ്മുടെ അമേരിക്കയിലും കാനഡയിലൊക്കെ ഉള്ള ഏടെ മീറ്റിങ്ങിനെ കുറിച്ച് ഭാഗത്തോടു കൂടിയാണ് ആ പാംലെറ്റ്. ന്യൂയോർക്കിലെ അഡ്രസ്സും ഒക്കെ ആയിട്ടാണ് അവസാനിക്കുന്നത്. പിന്നീട് നമ്മുടെ സ്ഥിരം പാംലെറ്റുകളുടെ പോലെ തന്നെയാണ് പാംലെറ്റ് അവസാനിക്കുകയാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ഓരോ മനുഷ്യനും അവൻ്റെ രീതിയിൽ എയിലൂടെ ആ ദൈവം എന്ന പദത്തെ, രണ്ടാമത്തെ പടിയെ കണ്ടെത്തുന്നു. അതിനെ എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ അടിസ്ഥാന രസകരമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ആ ദൈവം എന്ന പദത്തെ മാറ്റി നിർത്തി കഴിഞ്ഞാലും 12 പടികൾ അത് പ്രവർത്തിക്കേണ്ടതും വിശ്വാസിക്കും അവിശ്വാസിക്കും എല്ലാം ഒരേപോലെയാണെന്നും നമ്മൾ അവസാനം എത്തേണ്ടതും ഒരു സ്ഥലത്താണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വളരെ കൃത്യമായിട്ട് ഈ ഒരു പാംലെറ്റിലൂടെ നമ്മൾക്ക് തരുന്നത്. വളരെ സന്തോഷം എല്ലാവരോടും, എന്നെ കേട്ടിരുന്ന എല്ലാവരോടും നന്ദി കടപ്പാടും പറഞ്ഞുകൊണ്ട് വിഭാവനം ചെയ്ത് സുബോധാശംസ നിർത്തുന്നു. താങ്ക് യു രാജേഷ് ചേട്ടാ.